സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്. സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്. ചേർന്ന് പാടാമോ? സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്. അപ്പൊ ഞങ്ങളുടെ സർവസ്തുതിയും ഞങ്ങളുടെ ബലവും എല്ലാം അങ്ങേക്ക് മാത്രമാണ് കർത്താവേ. സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്. സർവസ്തുതിയും സ്തോത്രവും ബലവും അങ്ങേക്ക്. സർവസ്തുതിയും സ്തോത്രവും സ്തോത്രവും ബലവും ബലവും അങ്ങേക്ക്. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. കുറവുള്ള എനിക്കായി കുറവില്ല കുഞ്ഞാടേ, ദൈവത്തിൻ കുഞ്ഞാടേ. നിന്യാഗമാണെൻ്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെൻ്റെ വീണ്ടെടുപ്പ്. നിന്യാഗമാണെൻ്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെൻ്റെ വീണ്ടെടുപ്പ്. നിന്യാഗമാണെൻ്റെ ജീവന്റെ ആധാരം, നിൻ രക്തമാണെൻ്റെ വീണ്ടെടുപ്പ്. ഉറപ്പുള്ളവരെല്ലാവരും ചേർന്ന് ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. കർത്താവേ, നിന്റെ യാഗമാണ് എന്റെ ജീവന്റെ ആധാരം. വീണ്ടും ഒരു പ്രഭാതം കൂടെ നിങ്ങളോട് ചേർന്നായിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. फिर से एक और सुबह के समय में आपके साथ में रहने के लिए परमेश्वर ने जो मौका दिया है उसके लिए प्रभु को धन्यवाद बोलता हूँ. പ്രത്യേകിച്ച് ഈ വർഷം സ്കൂൾ ഓഫ് സൂപ്പർ നാച്ചുറൽ എന്ന ആ പ്രോഗ്രാം നടത്തുവാൻ പറ്റിയില്ലായിരുന്നു. खास करके ये साल में हमें स्कूल ऑफ सुपर नेचुरल करके वो जो मीटिंग है हमें करने को मौका नहीं मिला. കാരണം ജനുവരി മാസം നമ്മുടെ ക്യാമ്പ് ഉണ്ടായിരുന്നു. क्योंकि जनवरी के महीने में हमारा कैंप था. ഫെബ്രുവരി നോർത്ത് ഇന്ത്യയിലെ പല മീറ്റിംഗുകളുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി തിരക്കിലായിരുന്നു. फरवरी में हम उत्तर भारत के कई मीटिंग के कारण हम बड़े व्यस्त थे. മാർച്ചിൽ ലോക്ക്ഡൌൺ ആകാനിടയായി. और मार्च में लॉकडाउन शुरू हो गया. എന്നാൽ കഴിഞ്ഞ 6 മാസമായി ഈ പ്രോഗ്രാം നടത്തുവാൻ പറ്റിയില്ല. पिछले 6 महीने से हमें ये प्रोग्राम करने को मौका नहीं मिला. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സഹോദരന്മാർ പറഞ്ഞത് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ऐसे हुए भाई लोगों ने ऐसे बताया कि हमें फिर से शुरू करना है. പെട്ടെന്ന് എൻ്റെ അകത്തൊരു സ്പാർക്ക് ഉണ്ടായി. അത് വീണ്ടും തുടങ്ങണമെന്നൊരു സ്പാർക്ക് അകത്തുണ്ടായി. अचानक से मेरे अंदर ऐसा एक चिंगारी हो गई कि हमें ये फिर से शुरू करना है. അങ്ങനെയാണ് നമ്മൾ ഇന്ന് പകൽ വീണ്ടും കൂടി വന്നിരിക്കുന്നത്. वैसे आज सुबह के समय में फिर से हम इकट्ठे हुए हैं. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഒത്തിരി ദൈവദാസന്മാർ ഞങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങളെ കാണുന്നതിൽ, നിങ്ങളുടെ കൂടെ ഒരു ഫെലോഷിപ്പ് ലഭിച്ചതിൽ ദൈവത്തിന് നന്ദി പറയുന്നു. दुनिया के विभिन्न छोर से
परमेश्वर के दास लोग हमारे साथ में जुड़े हैं। आपको मिलने से और आपके साथ में संगति करने से हम प्रभु में खुशी बांटते हैं। കർത്താവിന്റെ ദാസൻ ആമേൻ ടൈറ്റസ് ബ്രദർ, ടൈറ്റസ് പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പിതാവ്, ഞാൻ ഒത്തിരി സ്നേഹിക്കുന്ന സീനിയറായ ദേവദാസനാണ്. കൂടെ ആയിരിക്കുന്നതിൽ വളരെ ദൈവത്തിന് നന്ദി പറഞ്ഞു. നോർത്ത് ഇന്ത്യയിൽ വർഷങ്ങൾക്ക് പുറകിൽ പോയി റിവൈവലുകൾക്ക് വേണ്ടി ഉപയോഗിച്ച ദൈവദാസന്മാരാണ് അദ്ദേഹം. प्रभु के दास पास्टर टाइटस और उनके पिता को मैं देख रहा हूँ, काफी उम्र के हैं और उत्तर भारत में कई साल पहले जाकर एक बेदारी के लिए परमेश्वर ने इस्तेमाल किए हुए एक बड़े बुजुर्ग परमेश्वर के दास हैं। उनके लिए मैं प्रभु को धन्यवाद देता हूँ। കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജസ്വിൻ ആമേൻ ഓസ്ട്രേലിയയിൽ നിന്നുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവിനും ഈ സമയത്ത് ഓർക്കുന്നു. കർത്താവ് ആ ദൈവദാസന്റെയും കൂടെ ഇന്ന് രാവിലെ നൽകി തന്ന ഫെലോഷിപ്പിന് ദൈവത്തിന് നന്ദി പറയുന്നു. प्रभु के दास पास्टर जसविन आज हमारे साथ ऑस्ट्रेलिया से जुड़े हुए हैं। उनके पिता के लिए भी हम प्रभु को धन्यवाद बोलते हैं। ആമേൻ. മറ്റെല്ലാ പ്രിയപ്പെട്ട നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ളവർ, മസ്കറ്റിൽ നിന്നും, ദുബായിൽ നിന്നും, സിംഗപ്പൂരിൽ നിന്നും, ഓസ്ട്രേലിയയിൽ നിന്നും, കാനഡയിൽ നിന്നും ഒക്കെയുള്ള ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ദൈവത്തിന് നന്ദിയോടെ ഓർക്കുന്നു. बाकी सारे लोगों को प्रभु के उपस्थिति में याद करते हैं, खास करके उत्तर भारत से, ऑस्ट्रेलिया से, कनाडा से और दुबई से और दुनिया के सिंगापुर से, दुनिया के अलग अलग जगहों से जो जुड़े हैं, आप लोगों के लिए प्रभु को धन्यवाद देता हूँ। കർത്താവിന്റെ ദാസൻ ആൻസൺ പറഞ്ഞതുപോലെ ലോക്ക്ഡൌൺ ആയതുകൊണ്ടാണ് നിങ്ങളെ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങൾക്ക് കാണുവാൻ പറ്റുന്നത്. प्रभु के दास जैसे पास्टर हैंसन ने बताया, लॉकडाउन के कारण में हमें विभिन्न देशों से आपके साथ में ऐसा संगति मिला है। ഞങ്ങളും ഇവിടെ ചില മാസങ്ങൾക്ക് ശേഷം ലീഡേഴ്സ് എല്ലാം ഞങ്ങളുടെ മുമ്പിൽ കൂടിയിട്ടുണ്ട്. നിങ്ങളെയും ആമേൻ പിന്നെയും കണ്ടതിൽ ഞങ്ങൾക്ക് വളരെ ദൈവത്തിന് നന്ദി പറയുന്നു. हम भी कई महीनों के बाद में हमारे अगुए लोग यहाँ पे इकट्ठे हुए हैं। आप लोगों को ऐसे मिलने में, देखने में मौका मिला, हम परमेश्वर को धन्यवाद बोलते हैं। സ്കൂൾ ഓഫ് സൂപ്പർ നാച്ചുറൽ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ഇൻ ക്രൈസ്റ്റിന് തന്ന ഒരു ദർശനമാണ്, അല്ലെങ്കിൽ വ്യക്തിപരമായ ദൈവം എനിക്ക് തന്ന ഒരു കാഴ്ചപ്പാടാണ്. अलौकिक स्कूल यानी स्कूल ऑफ सुपरनैचुरल कल के जो ये मीटिंग है, इसके बारे में परमेश्वर ने, प्रभु ने मुझे खास दिया हुआ एक दर्शन है, एक बुलाहट है। നമ്മുടെ ചർച്ച് തുടങ്ങിയത് 2018 പക്ഷേ സ്കൂൾ ഓഫ് സൂപ്പർ നാച്ചുറൽ തുടങ്ങിയത് 2017 हमारा जो कलीसिया जो शुरू किया 2018 में हमने शुरू किया था, बल्कि स्कूल ऑफ सुपरनैचुरल हमने 2017 में हमने शुरू किया। അതിന്റെ പുറകിൽ ഒരു റീസൺ ഉണ്ടായിരുന്നു. उसके पीछे एक कारण था। ഞാനും ഞങ്ങളുടെ സഹോദരന്മാരുമായിട്ട് ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗിന് പോയപ്പോൾ കുറെ ചെറുപ്പക്കാരായ ദേവദാസന്മാർ ശുശ്രൂഷ നടത്തുന്നത് കണ്ടു. मैं और मेरे साथ में प्रभु के दास लोग मिलकर ट्रिवांड्रम में हम जब गए, वहां पे कुछ जवान परमेश्वर के दास लोग संगति करते हुए हमें दिखाई दी। ഭയങ്കര ആഗ്രഹം അവരുടെ അകത്തുണ്ട് ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടണമെന്ന്. उनके अंदर बहुत चाहत है कि प्रभु के लिए इस्तेमाल होना है। ആ ആഗ്രഹപ്രകാരമാണ് ആ മീറ്റിംഗിൽ ഞങ്ങൾ പ്രസംഗിക്കുന്നത്. और उस इच्छा के कारण हम उस मीटिंग में सेवकाई किए। പക്ഷേ ഒരു ഡിവൈൻ ഓർഡർ അവിടെ കാണാൻ പറ്റിയില്ല. बल्कि वहां पे एक परमेश्वरीय आशीष, एक ऑर्डर वहां पे दिखाई नहीं दिया। ഒരു ജ്യേഷ്ഠന്റെ സ്ഥാനത്ത് നിന്ന് അവരെ പല കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനിടയായി. एक बड़े भाई के जगह में खड़े होकर मैंने उनको कई बातों में सिखाया। അവർ എന്നോട് ഒരു കാര്യം പറഞ്ഞു. उन्होंने मुझे एक बात बताया, പാസ്റ്റർ ഞങ്ങൾക്ക് ആരുമില്ല. उन्होंने ये बताया कि पास्टर जी हमें कोई नहीं है, ഞങ്ങളെ തിരുത്താനും ഞങ്ങളെ കറക്റ്റ് ചെയ്യാനും ഞങ്ങൾക്ക് ആരുമില്ലെന്ന് അവർ പറയാനിടയായി. हमें सिखाने के लिए, हमें गलती दिखाने के लिए, समझाने के लिए हमें कोई नहीं है करके बताया। അങ്ങനെയാണ് ഞങ്ങളുടെ വീടിന്റെ ടെറസിന്റെ മേലിൽ മാസത്തിൽ ഒരിക്കൽ അവർക്ക് വേണ്ടി മീറ്റിംഗ് നടത്താൻ തുടങ്ങിയത്. इसी प्रकार हमारे घर के टेरेस के ऊपर हमने महीने में एक दिन उन लोगों के लिए महीने में एक दिन मीटिंग करना शुरू किया। വീടിന്റെ ടെറസിന്റെ മേറ്റിൽ മീറ്റിംഗ് നടത്തി അവസാനം വീടിന്റെ ടെറസിൽ നിന്നുള്ള വെയിറ്റ് ഇറങ്ങി ഞങ്ങളുടെ ഭിത്തികളെല്ലാം പൊട്ടിപ്പോയി. हम मीटिंग के घर के जो टेरेस के ऊपर हमने मीटिंग कर करके आखिरी में उतना भारी वजन के कारण में हमारे घर के दीवार सारे टूट गए। ആദ്യമൊക്കെ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ പറയുമായിരുന്നു, കർത്താവേ ടെറസ് നിറച്ച ആൾ വരണമെന്ന് പറയുമായിരുന്നു. पहले शुरुआत में जब मीटिंग हुआ करता था, मैं प्रभु से बोलता था, प्रभु टेरेस में भर के लोग आ जाएं। എന്നാൽ അവസാനങ്ങൾ മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ പറയും, കർത്താവേ ആള് കുറച്ചേ വരാവേ, ഭിത്തി പൊട്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. आखिरी में जब लोग ज्यादा आना शुरू किए तो मैंने ऐसे प्रार्थना करना शुरू किया, प्रभु लोग कम आए, हमारा दीवार टूटना ना पाए। പക്ഷേ അവിടെ ഞങ്ങൾ പ്രസംഗിക്കുന്നത് സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളായിരുന്നു. और वहां पे भी हम ये प्रचार करते थे, अलौकिक बातें। അങ്ങനെയാണ് ഞങ്ങൾ ചാത്തന്നൂരിലേക്ക് മൂവ് ചെയ്തത്. ആ ദർശനം പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ ദൈവാത്മാവ് ഞങ്ങൾക്ക് ഭാഗ്യം നൽകി തന്നു. इस प्रकार चातनूर करके शहर में हम
आए और इस दर्शन को हम आगे बढ़ाएं। അതിൽ കൂടെ നൂറുകണക്കിന് ദൈവദാസന്മാർ പുറത്തു വരുന്നത് കാണുവാൻ കർത്താവ് കൃപയാൽ ഭാഗ്യം നൽകി തന്നു. प्रभु ने उसके अनुग्रह के कारण हमें ये मौका दिया कि इस मीटिंग के द्वारा सैकड़ों परमेश्वर के दास प्रभु के सेवा में बाहर निकले। പ്രധാനമായും ഒരു ലക്ഷ്യമാണ് ഇതിന്റെ പുറകിലുള്ളത്. इसके पीछे हमारा एक ही लक्ष्य है। ആമേൻ. ക്ഷീണിച്ചിരിക്കുന്നവനെ വാക്കുകൾ കൊണ്ട് താങ്ങുക, അതാണ് ഈ മീറ്റിംഗിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. इस मीटिंग के एक सबसे खास लक्ष्य ये है कि जो कमजोर हो गया है उसको परमेश्वर के शब्दों के द्वारा उसको मदद करें। ഒത്തിരി ദൈവദാസന്മാരുണ്ട് ശുശ്രൂഷയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന, ക്ഷീണിച്ച് നിൽക്കുന്ന ആളുകൾ. അതൊരു പ്രത്യേക അഭിഷേകമാണ് അവരെ ഒന്ന് എൻകറേജ് ചെയ്ത് വിടുവാൻ. അതാണ് നമ്മളുടെ ഈ മീറ്റിംഗ് കൊണ്ട് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. बहुत सारे प्रभु के दास लोग ऐसे हैं जो अकेले हैं और वो कमजोर हो गए हैं, थक गए हैं आत्मिक जीवन में। उन लोगों को प्रभु के वचन के द्वारा अगुवाई करने के लिए, ताकतवर बनाने के लिए जो ये कर रहे हैं एक खास अभिषेक है। അങ്ങനെ എൻകറേജ് ചെയ്തവർ പിന്നീട് ഇൻക്രൈസ്റ്റ് മിനിസ്ട്രിയുടെ ഭാഗങ്ങളായി മാറാനിടയായി. ऐसे हमने जिन लोगों को प्रोत्साहित किया वे सारे लोग इन क्राइस्ट परिवार के अंग बन गए। ഇന്ന് പകലും നിങ്ങളെ വാക്കുകൾ കൊണ്ടൊന്ന് താങ്ങുക, നിങ്ങളുടെ ആത്മീക ജീവിതത്തിന്റെ ഒരു പ്രോത്സാഹനം നൽകി തരിക, നിങ്ങളെ വ്യത്യസ്തതയുള്ള ദൈവദാസന്മാരാക്കി തീർക്കുക. അതാണ് ഈ സ്കൂളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. आज दिन के समय में भी आपको परमेश्वर के वचन के द्वारा आपको प्रोत्साहित करना, फिर से खड़ा करना और आपको खास व्यक्तियों के रूप में बदलना, यही हमारा लक्ष्य है। എന്റെ ജീവിതത്തിൽ അങ്ങനെ താങ്ങാൻ എനിക്ക് ദീർഘവർഷങ്ങൾ ആരും ഉണ്ടായിരുന്നില്ല. मेरे जीवन में ऐसे मुझे मदद करने के लिए अनेक साल तक कोई नहीं थे। എൻകറേജ്മെന്റിന്റെ അഭിഷേകമുള്ള ആളുകൾ വളരെ കുറവാണ്. प्रोत्साहन करने वाले अभिषेक से भरे हुए लोग बहुत कम है। എല്ലാവരും ഡിസ്കറേജ് ചെയ്യുന്ന ആളുകളായിരുന്നു. और जितने भी लोग हैं बाहर वो सारे हमें निराश करने वाले लोग हैं। ശക്തമായ ശുശ്രൂഷകൾ ചെയ്തിരിക്കുമ്പോഴും ഒരു ഡിസ്കറേജ്മെന്റിന്റെ നോട്ടം. ताकतवर अभिषेक सेवकाई करने के बाद में भी यूं देखते हैं जैसे हमें निराश कर देते हैं। എന്നാൽ അതിന്റെ നടുവിൽ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. നിങ്ങളുടെ അകത്ത് 1% അഭിഷേകം ഉണ്ടെങ്കിൽ അതിനെ നാളെ കത്തിക്കുവാനുള്ള എൻകറേജ്മെന്റ് ആണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നത്. बल्कि उसके बीच में हमें ऐसा एक अगुवाई है कि अगर आपके अंदर थोड़ा भी अभिषेक क्यों ना हो, उसको चिंगारी देके आग लगा के आपको आगे बढ़ाने के लिए, प्रोत्साहन करने के लिए हमें अभिषेक दिया है। ഈ കൂട്ടായ്മയിൽ അധികം പാസ്റ്റേഴ്സ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. और इस मीटिंग के अंदर अधिकांश पासवान लोग आया करते थे। 100-120 പാസ്റ്റേഴ്സ് എല്ലാ മാസങ്ങളിലും ഞങ്ങൾക്ക് കൂടി വരുമായിരുന്നു. 100-120 पासवान लोग हर महीना हमारे मीटिंग में आया करते थे। ആ കാരണത്താൽ അവരോടുള്ള സന്ദേശമാണ് അധികവും ഇതിനകത്ത് പറയാറുള്ളത്. और इसी कारण से उन लोगों के लिए बोलने वाले संदेश है, इसमें ज्यादा हम बोलते थे। ഇന്ന് ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ മിനിസ്ട്രി മൈൻഡഡ് ആയ ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടാനിരിക്കുന്ന ആളുകളോടാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. बल्कि आज सुबह में दुनिया के अलग अलग जगहों से प्रभु के लिए इस्तेमाल होने के लिए इच्छा के साथ जो है उन लोगों के साथ मैं बात कर रहा हूँ। ആ കാരണത്താൽ വളരെ പ്രാർത്ഥനയോടെ നിങ്ങൾ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുക. इसी कारण से बड़े प्रार्थना के साथ इस मीटिंग में आप शामिल हो जाएं। നിങ്ങളുടെ മേൽ ഒരു അഭിഷേകം ഇന്ന് പകൽ പകരപ്പെടും. आज दिन में आपके ऊपर एक अभिषेक उंडेला जाएगा। നിങ്ങളെ ഒന്ന് ടോപ്പ് അപ്പ് ചെയ്യുന്ന മീറ്റിംഗ് ആയിരിക്കും ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത്. आपको फिर से टॉप अप करने वाला एक मीटिंग रहेगा आज। എത്ര പേർ റെഡിയാണ് ഇന്ന് പകൽ പകർച്ചയെ സ്വീകരിക്കാൻ വേണ്ടി? आज कितने लोग तैयार हैं प्रभु के एक आत्मिक भरपूरी को प्राप्त करने के लिए? ഇന്ന് രാവിലെ പറഞ്ഞ സന്ദേശം ഒന്നുകൂടെ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങാം. आज सुबह में मैंने बोला हुआ संदेश को एक बार फिर से बोलकर मैं शुरू करता हूँ। യോഹന്നാൻ സ്നാപകന്റെ സീസൺ മുതൽ ദൈവരാജ്യം വേറൊരു മോഡിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. यूहन्ना बपतिस्मा के मौसम के बाद में परमेश्वर का राज्य एक दूसरे छोर में चल रहा है। അതുവരെ കിങ്ഡത്തിൽ മക്കളില്ലായിരുന്നു. वो समय तक परमेश्वर के राज्य में बच्चे नहीं थे। കുറെ ദാസന്മാരെ വെച്ചിട്ടാണ് കിങ്ഡം ഫംഗ്ഷൻ ചെയ്തുകൊണ്ടിരുന്നത്. कुछ दासों को रखकर परमेश्वर का राज्य काम करते गया। ആ കാരണത്താൽ ദാസന്മാരെ ദൈവം ഒത്തിരി നിർബന്ധിച്ച് മിഷൻസ് ഏൽപ്പിക്കുമായിരുന്നു. इसी कारण से परमेश्वर दास लोगों को बड़ा प्रोत्साहन देते हुए उनको काम करने के लिए बुलाते थे। മോശ പറഞ്ഞു, എനിക്ക് വയ്യ കർത്താവേ. मूसा ने बोला मैं नहीं कर सकता प्रभु। നിനക്ക് വയ്യെങ്കിലും എനിക്ക് വേണം മോശേ. तू भले तू चाहता नहीं बचे, बल्कि मैं चाहता हूँ। സാമാനങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്ന ശൗലിനെ കാണാൻ പറ്റുന്നുണ്ട്. चीजों के बीच में छुप के बैठा हुआ शाऊल को हम देखते हैं। അവിടുന്ന് അവനെ പൊക്കിക്കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യുകയാണ്. उसको वहां से उठा के लेकर आके अभिषेक देते हैं। കാട്ടിൽ കിടക്കുന്ന ദാവീദിനെ കാണുന്നുണ്ട്. जंगल में पड़े हुए दाऊद को देखते हैं। അവിടുന്ന് അവിടെ വിളിച്ചുകൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. वहां से उसको लेकर आके अभिषेक दे रहे हैं। കാര്യം കിങ്ഡം ഫംഗ്ഷൻ ചെയ്യേണ്ടത് അപ്പന്റെ ഉത്തരവാദിത്വമായിരുന്നു. क्योंकि जो परमेश्वर का राज्य है वो काम करना पिता का
काम था, എന്നാൽ സീസൺ മാറി കേട്ടോ. बल्कि माहौल बदल गया है। ഇന്ന് കിങ്ഡം ഫംഗ്ഷൻ ചെയ്യേണ്ടത് അപ്പന്റെ ഉത്തരവാദിത്തമല്ല, മക്കളുടെ ഉത്തരവാദിത്തമാണ്. आज परमेश्वर का राज्य जो काम करता है वो पिता का काम नहीं बल्कि बच्चों की जिम्मेदारी है। മനസ്സിലാകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ ദൂതിനെ പിടിച്ചോണം. जो लोग समझ रहे हैं आज सुबह में इस संदेश को स्वीकार करें। ഞങ്ങൾക്ക് ഒളിച്ചിരിക്കാൻ സമയമില്ല. हम छुप के बैठने के लिए हमें समय नहीं है। മോശയെ പോലെ ഒരു ദൗത്യം ഏൽപ്പിച്ച കർത്താവെ വയ്യെന്ന് പറയാൻ സമയമില്ല. मूसा के जैसे अगर एक काम दे दे तो मैं नहीं कर सकता करके बोलने के लिए का समय नहीं है। ഒരു മിഷൻ ദൈവത്തിന്റെ കയ്യിൽ ഉണ്ടെന്ന് കണ്ടാൽ അതിനെ ബലാത്കാരികളായ മക്കൾ ചാടിപ്പിടിച്ച് ദൈവത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. अगर एक जिम्मेदारी परमेश्वर के हाथ में है करके हमें पता चले तो हम उसको आमीन बलात्कार करके उसको प्राप्त करके उसमें आगे बढ़ने के लिए तैयार हैं। ഞാൻ മനസ്സിലാകുന്നു, ഞാൻ വിശ്വസിക്കുന്നു ഈ ഭാഷ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന്. मैं विश्वास करता हूं कि मेरी इस भाषा को आप समझ रहे हैं। ഈ ഒരു ഭാഷയിലായിരിക്കും സ്കൂൾ ഓഫ് സൂപ്പർ നാച്ചുറലിന്റെ എല്ലാ മെസ്സേജുകളും പോകുന്നത്. इसी भाषा में स्कूल ऑफ सुपरनैचुरल के सारे संदेश आगे बढ़ा जाएगा। നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴപ്പിയിരിക്കാം, കുഴപ്പമൊന്നുമില്ല. आप चाहते हैं तो आप इधर उधर ताकते हुए देख सकते हैं, बैठ सकते हैं। ദൈവത്തിന് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. परमेश्वर को कोई नुकसान नहीं होगा। അതല്ല എങ്കിൽ ഇത് പകൽ ചിലതിനെ ചാടിപ്പിടിച്ച് ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുന്ന ചിലരായി നിങ്ങൾക്ക് തീരാം. बल्कि अगर आप चाहते हैं तो आज संदेश को स्वीकार करके परमेश्वर के राज्य में इस्तेमाल होने वाले लोग बन जाएं। ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്. पिछले दिन में परमेश्वर के वचन पढ़ते समय में पवित्र आत्मा मुझे बोल रहे हैं। ഞാൻ ഒത്തിരി സമയം ഇപ്പോൾ വായിക്കാറുണ്ട്, കുറെ സമയം ദൈവസന്നിധിയിൽ ഇരിക്കാറുണ്ട്. आजकल मैं काफी समय परमेश्वर के उपस्थिति में बैठता हूँ, वचन पढ़ता हूँ। കർത്താവ് എന്നോട് കാര്യം ഇടപെട്ടു. प्रभु ने मुझे एक बात बोला, എടാ നീ ബൈബിൾ കൊണ്ട് എന്നെ ലിമിറ്റ് ചെയ്യരുതെന്ന് പറഞ്ഞു. तू मुझे बाइबल के अंदर मुझे सीमित करना कर। നീ ഉദ്ദേശിക്കുന്ന സംഭവം അല്ല ഞാൻ. मैं जो हूँ जैसे तू सोचता है वैसे नहीं हूँ। നീ എന്നെ ആ ബൈബിൾ കൊണ്ടൊക്കെ ലിമിറ്റ് ചെയ്യരുത്. तू मुझे बाइबल के अंदर सीमित ना कर। ഞാൻ കർത്താവേ നീ എന്താ പറയുന്നത്? मैंने प्रभु से पूछा, प्रभु तू क्या बोल रहा है? കർത്താവ് എന്നൊരു കാര്യം പറഞ്ഞു. प्रभु ने मुझे यूं बोला, എഴുതി വെച്ച ബൈബിൾ കയ്യിലില്ലാതിരുന്ന ഒരു ജനറേഷനാണ് ഒന്നാം നൂറ്റാണ്ടിനെ കീഴ്മേൽ മറിച്ച് കളഞ്ഞത്. जो लिख के रखा हुआ बाइबल हाथ में नहीं था, ऐसे एक पीढ़ी पहले पीढ़ी जो है उसने सारे दुनिया को उलट पुलट कर दिया। നീ എന്നെ ലിമിറ്റ് ചെയ്യരുത്. तू मुझे सीमित ना कर। തമ്പുരാൻ പറഞ്ഞു എനിക്കൊരു തലമുറയെ വേണം. प्रभु ने बोला कि मुझे एक पीढ़ी चाहिए। ഈ ഭൂമിയിൽ തികച്ചും വ്യത്യസ്തമായ ആത്മ നിയമങ്ങളിൽ ജീവിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. धरती के ऊपर बिल्कुल अलग प्रकार में आत्मा में चलने वाले एक पीढ़ी की जरूरत प्रभु को है। ഹേ ആർ യു റെഡി? क्या आप लोग तैयार हैं? ഈ ഭൂമിയിൽ തികച്ചും വ്യത്യസ്തമായ ആത്മമണ്ഡലത്തിന്റെ നിയമങ്ങളിൽ ജീവിച്ച് പാതാള ഗോപുരങ്ങൾക്ക് ജയിക്കാൻ വയ്യാതെ പാതാള ഗോപുരങ്ങൾക്ക് ഭീഷണിയായി നിൽക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് ആവശ്യമുണ്ട്. प्रभु इस पीढ़ी के अंदर इस जमाने में प्रभु एक पीढ़ी को चाहते हैं जो आत्ममंडल के अंदर परमेश्वर के राज्य के नियमों में जीते हैं, चलते फिरते हैं और वे शैतानी राज्य के लिए नुकसान पहुंचाते हैं। അങ്ങനെ ഒരു തലമുറയ്ക്ക് എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയാണ് ഈ സ്കൂൾ ഓഫ് സൂപ്പർ നാച്ചുറൽ നടക്കുന്നത്. वैसे एक पीढ़ी को खड़ा करने के लिए ये स्कूल ऑफ सुपरनैचुरल हम चलाते हैं। എല്ലാവരും ജീവിക്കുന്നത് പോലെ അല്ല ആ തലമുറ ജീവിക്കുന്നത്. सब लोग जैसे जीते हैं वैसे वो पीढ़ी नहीं जीती। അവരുടെ പ്രിൻസിപ്പിൾ വേറെയാണ്. उनका जो तत्व है वो अलग होता है। അവരെ നയിക്കുന്ന നിയമം വേറെയാണ്. उनका नियम जो है वो दूसरा है। ഹല്ലേലൂയ. हालेलुया। ദൈവാത്മാവിൽ ഞാൻ ഒരു പ്രവചന ശബ്ദം പറയട്ടെ. परमेश्वर की आत्मा में मैं आपको एक भविष्यवाणी बोलता हूँ। അടുത്ത മാസങ്ങളിൽ നിങ്ങളുടെ മേൽ സംഭവിക്കാനിരിക്കുന്ന ഒരു ദൂതനെ പ്രവചന ശബ്ദത്തിൽ ഞാൻ പറയാം. अगले हफ्तों में आपके ऊपर होने वाला एक संदेश को मैं भविष्यवाणी के रूप में आपको बताता हूँ। നിങ്ങൾ വിമാനത്തിൽ സഞ്ചരിച്ചിട്ടുള്ളവരാണല്ലോ. आप लोग विमान में उड़े हुए लोग हैं അതല്ലെങ്കിൽ നിങ്ങൾ ഉടനെ സഞ്ചരിക്കാൻ പോവുകയാണ്. या नहीं तो आप लोग उड़ने जा रहे हैं। ഈ കരയിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന വിമാനം ये जो जमीन में चलने वाली विमान അത് കുറച്ച് കഴിയുമ്പോൾ അത് ടേക്ക് ഓഫ് ചെയ്ത് ആകാശത്തിലേക്ക് ഉയരാനിടയായി തീരും. कुछ समय के बाद वो टेक ऑफ करके आसमान में चले जाता है। ഏകദേശം 1,00,000 കിലോ വെയിറ്റ് ഉള്ള ആ വിമാനത്തെ ഭൂമിയിൽ നിന്നും ഉയർത്തുന്ന ഒരു നിയമമുണ്ട്. तकरीबन 1,00,000 किलो से ज्यादा भारी वो विमान को पृथ्वी के ऊपर से आसमान में उठाने वाला एक नियम होता है। ഭൂമിയിൽ ഓടുന്ന നിയമമല്ല ആകാശത്തിൽ ഓടാൻ വേണ്ടത്. पृथ्वी पे चलते हुए जो दौड़ने वाला नियम नहीं है, आसमान में उड़ने के लिए ഈ चाहिए। രണ്ട് തലത്തിൽ
രണ്ടിനും രണ്ട് സിദ്ധാന്തങ്ങളാണുള്ളത്. ये दोनों जो रेलम है उसके अंदर दो तत्व जरूरी है. എയറോനോട്ടിക്കൽ തിയറി പഠിച്ചവർക്ക് അറിയാം അതെന്താണെന്ന്. एरोनॉटिक तत्व जो सीखे हैं उन लोगों को पता है वो क्या है. അത് ഐസക് ന്യൂട്ടന്റെ തിയറിയെ വെല്ലുവിളിക്കുന്ന ഒരു സിദ്ധാന്തമാണ്. वो आइजैक न्यूटन के तत्व को उसको हराने वाला एक तत्व है. 50 ഗ്രാം വെയിറ്റ് ഉള്ള ആപ്പിൾ താഴേക്ക് വീഴും. അത് ഐസക് ന്യൂട്ടന്റെ തിയോളജി. 50 ग्राम वाला जो एप्पल है वो नीचे गिरेगा, वो आइजैक न्यूटन का थियरी है. എന്നാൽ അതിന് വിരോധമായി വേറൊരു തിയറി, बल्कि उसके विरोध में एक दूसरा थियरी है. അത് റൈറ്റ് സഹോദരന്മാരാ കണ്ടുപിടിച്ചത്. वो राइट भाई लोगों ने ढूंढ के निकाला. 80,000 മുതൽ 1,00,000 കിലോ വരെ വെയിറ്റ് ഉള്ള ഒന്നിനെ അന്തരീക്ഷത്തിൽ നിന്ന് പൊക്കി അന്തരീക്ഷത്തിൽ നിർത്തി അന്തരീക്ഷത്തിൽ മൂവ് ചെയ്യിക്കും. 80,000 किलो से ज्यादा 1,00,000 किलो तक भारी एक सामान को पृथ्वी के ऊपर से उठाकर आसमान में उसको उड़ाएगा. ആരോടോ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കാൻ പറയുന്നു. किसी को आज के दिन में भविष्यवाणी करने के लिए पवित्र आत्मा बोलते हैं. മനുഷ്യ നിർമ്മിതമായ നിയമത്തിന് ഇതിന് സാധ്യമെങ്കിൽ अगर मनुष्य के हाथों से बने हुए चीज ये कर सकते हैं तो പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായിരിക്കുന്ന ആ ശക്തി എയറോഡൈനാമിക് ശക്തിയല്ല, പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ശക്തിയായ യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ വ്യാപരിച്ച പുനരുത്ഥാനത്തിന്റെ ശക്തി ഇന്ന് പകൽ നിന്റെ മേൽ വ്യാപരിച്ചാൽ നിന്നെ ഉയർത്തത്തില്ലെന്ന് പറയുന്ന മുഴുവൻ പൈശാചിക നിയമങ്ങളെയും വെല്ലുവിളിച്ച് ഇന്ന് പകൽ നീ ഉയരാൻ പോവുകയാണ്. धरती के अंदर सबसे बड़ा ताकत वो एरोडायनामिक ताकत नहीं है, बल्कि कब्र के अंदर से बाहर निकला हुआ प्रभु यीशु मसीह के जी उठने वाला वो ताकत है. अगर वो आज आपके ऊपर काम करे, परमेश्वर का काम आपके ऊपर प्रकट होगा. ഏതോ പൈശാചിക നിയമങ്ങൾ നിന്റെ വീടിനെതിരെ നിന്റെ മിനിസ്ട്രിക്കെതിരെ എഴുതി വെച്ചിരിക്കുന്നു, അവൻ ഉയരത്തില്ല. शायद कुछ शैतानी नियम है जो आपके जीवन के विरोध में आपके सेवकाई के ऊपर लिख के रखा है कि वो कभी बाहर नहीं उठेगा, അവൻ അവിടം വരെ ചെല്ലത്തുള്ളൂ. वो उसके पार नहीं जाएगा. പക്ഷെ ഉയർപ്പിന്റെ ശക്തി ആ നിയമങ്ങളെ പൊട്ടിക്കുന്നതാണ്. बल्कि फिर से जी उठने वाला ताकत जो है वो उसको तोड़ने वाला है. Are you ready, Church of God? परमेश्वर के कलीसिया क्या आप तैयार हैं? എത്ര ദൈവദാസന്മാർ അതിന് റെഡിയാണ്? कितने प्रभु के दास लोग उसके लिए तैयार നിന്റെ हैं? മിനിസ്ട്രിയിൽ ഒരു ടേക്ക് ഓഫ് സംഭവിക്കുന്ന മാസങ്ങളായിരിക്കും അടുത്ത മാസങ്ങൾ. आने वाले महीने जो है आपके सेवकाई में एक नया शुरुआत का समय होगा. ഇതുവരെ നിങ്ങൾ ഓടിക്കൊണ്ടിരുന്ന നിയമത്തിൽ നിന്നും വിരോധമായ വേറൊരു ആത്മമണ്ഡലത്തിന്റെ നിയമത്താൽ ദൈവം നിന്നെ നിയന്ത്രിക്കാൻ പോവുകയാണ്. अब तक आप आगे बढ़े एक नियम के बाहर, आत्ममंडल के एक नियम के अंदर परमेश्वर आपको नियंत्रित करने जा रहे हैं. അങ്ങനെ ഒരു നിയമത്തിലായിരുന്നു പുത്രൻ ഭൂമിയിൽ ശുശ്രൂഷിച്ചത്. वैसे एक नियम के अंदर परमेश्वर का पुत्र इस पृथ्वी के ऊपर सेवकाई किए. ഞാൻ ആത്മാവിൽ തിരിച്ചറിയുന്നു, ചിലരുടെ മുറികളിൽ ഞാൻ ഈ പറയുമ്പോൾ ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ പകർച്ച നടക്കും. मैं आत्मा में पहचान रहा हूँ कि कुछ लोगों के कमरों के अंदर पवित्र आत्मा का अभिषेक मंडरा रहा है. നിങ്ങൾക്ക് അറിയാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഷിഫ്റ്റ് നടക്കുന്നത് നിങ്ങളുടെ മുറികളിൽ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. आप लोग पहचान जाओगे कि आपके कमरों के अंदर एक नया शुरुआत हो रहा है. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഒരു നിയമത്തിലായിരുന്നു പുത്രൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. वैसे नियम के अंदर थे परमेश्वर का पुत्र जो जिए. ആ കാരണത്താൽ അവന്റെ ലൈഫ് സ്റ്റൈൽ സൂപ്പർ നാച്ചുറൽ ആയിരുന്നു. उस कारण से उसका जो जिंदगी है वो अलौकिक था. ആ നിയമത്തിലാണ് അവൻ വെള്ളത്തെ വീഞ്ഞാക്കിയത്. और उस नियम के अंदर उसने पानी को दाखरस बनाया. ആ നിയമത്തിലാണ് അവൻ വെള്ളത്തിന്റെ മീതെ നടന്നത്. और उस नियम के साथ उसने पानी के ऊपर कदम रखा. അവൻ ഭൂമിയിൽ അതുവരെ എഴുതി വെച്ച മുഴുവൻ സിദ്ധാന്തങ്ങളെയും പൊളിച്ചിട്ടാണ് പുത്രൻ ഭൂമിയിൽ ശുശ്രൂഷിച്ചത്. पुत्र जो है पृथ्वी पर तब तक लिखे हुए सारे सिद्धांत को, सारे तत्व को हराते हुए उसके ऊपर वो चला. ഞാൻ ആത്മാവിൽ വീണ്ടും പ്രവചിക്കും. मैं आत्मा में फिर से भविष्यवाणी करूंगा. കേരളത്തിന്റെ ആത്മമണ്ഡലങ്ങളിൽ ആമേൻ മതവും പിശാചും ചേർത്ത് എഴുതി വെച്ചിരിക്കുന്ന മുഴുവൻ സിദ്ധാന്തങ്ങളെയും പൊട്ടിക്കാനാണ് ദൈവം നിന്റെ മേലെ അഭിഷേകം പകർന്നിരിക്കുന്നത്. केरल के ऊपर शैतान ने और मनुष्यों ने लिख के रखा हुए सारा तत्व को तोड़कर उसके ऊपर एक नए तत्व में चलने के लिए परमेश्वर ने आपको अभिषेक किया है. എത്ര പേര് ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നുണ്ട്? कितने लोग आज सुबह में उसको विश्वास करते हैं? വിശ്വസിക്കുന്നവർ ആ ചേർന്ന് എന്നോട് ചേർന്ന് അല്പസമയം അന്യഭാഷയിൽ സംസാരിച്ചാട്ടെ. जो विश्वास करते हैं वो मेरे साथ में अन्य भाषा बोले. നിന്റെ വീട്ടിൽ വേറൊരു നിയമം ഇന്ന് പകൽ ചലിക്കട്ടെ. आपके घर में एक दूसरा नियम काम करे. നിന്റെ മിനിസ്ട്രിയിൽ വേറൊരു ആമേൻ നിയമം ഇന്ന് രാവിലെ ചലിക്കട്ടെ. आपके सेवकाई में एक दूसरा नियम आज सुबह में काम करना शुरू करे. ഹല്ലേലൂയ. हालेलुया. അല്പസമയം അന്യഭാഷയിൽ സംസാരിക്കാമോ? कुछ समय अन्य भाषा में बात करेंगे. रोथा बाबा शेथा ब्रियान खंटलरबे
അന്യഭാഷ സംസാരിച്ചു. ഒരു ആത്മമണ്ഡലം നിന്റെ മുറിയിൽ നീ ഓപ്പൺ ചെയ്യുക. अन्य भाषा में बात करके आपके कमरे के अंदर एक आत्ममंडल को खोल दे. പിശാച് ഉയരത്തില്ലെന്ന് പറഞ്ഞ് നിന്നെ ബന്ധിച്ചിരിക്കുന്നതിനെ അഭിഷേകത്താൽ പൊട്ടിക്കുക. शैतान आपको आगे बढ़ने नहीं दूंगा करके बोलकर आपको बांध के रखे हुए उस सीमा को तोड़ दे. ഒരു കാലഘട്ടത്തിൽ ഞാനും അങ്ങനെ ഒരു നിയമത്തിൽ ബന്ധിക്കപ്പെട്ടവനായിരുന്നു. एक समय में मैं भी ऐसे एक नियम के अंदर बांधा गया हुआ ആമേൻ. था. മിനിസ്ട്രി ഒരു തലത്തിനപ്പുറത്തേക്ക് പോകുന്നില്ല. सेवकाई एक सीमा के पार नहीं जा रहा ഒരു है. പരിധിക്കപ്പുറത്തേക്ക് പ്രസംഗ വെളിപ്പാടുകൾ ലഭിക്കുന്നില്ല. एक सीमा के पार प्रचार के अंदर प्रकाशन नहीं मिल रहा है. ഒരു തലത്തിനപ്പുറത്ത് ആമേൻ ക്രൗഡിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. एक सीमा के पार लोगों से मैं बात नहीं कर पा रहा था. ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇതൊക്കെ അനുഭവങ്ങളൊക്കെ. बहुत बार मैंने इन मेरे अनुभव को बोला है. ആദ്യമായി കേൾക്കുന്നവരുണ്ടെങ്കിൽ 2 മിനിറ്റ് ഞാൻ പറയാം. पहली बार जो सुन रहे हैं ऐसे कोई है तो आपके लिए 2 मिनट बताता हूँ. ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവേ ആള് കുറച്ചേ വരാകെ. सेवकाई की शुरुआत के समय में मैं प्रार्थना करता था, प्रभु लोग कम आए, ആമേൻ. മൈക്ക് ഉണ്ടാകരുത്, माइक ना होने पाए, ഓഡിറ്റോറിയത്തിൽ ആകരുത്, प्रभु ऑडिटोरियम में ना होने पाए, വീട്ടിനകത്തായിരിക്കണേ. प्रभु वो घर के अंदर बने. എന്താ കാര്യമെന്നറിയാമോ? कारण क्या है पता എന്റെ है? മനസ്സിനകത്ത് ഞാനൊരു നിയമം സെറ്റ് ചെയ്തിട്ടുണ്ട്, ഇതിനപ്പുറം എനിക്ക് പോകാൻ പറ്റത്തില്ല. मेरे मन के अंदर मैंने एक नियम को रखा है कि इस सीमा के पार नहीं जाएगा. എന്നാൽ 2007 ഒരു അഭിഷേകവുമായിട്ട് ഞാൻ കൂട്ടിമുട്ടി. कि 2007 में एक अभिषेक के साथ मेरा टकराव എന്റെ हुआ. മുമ്പിൽ പിശാച് വെച്ചിരിക്കുന്ന മുഴുവൻ ബൗണ്ടറികളെയും പൊട്ടിക്കാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകി തന്നു. शैतान ने मेरे सामने रखा हुआ सारे सीमाओं को तोड़ने के लिए प्रभु ने एक अभिषेक ഇന്ന് दिया. രാവിലെ ആത്മാവ് ചിലരോട് പ്രവചിക്കാൻ പറയുന്നു. आज सुबह में पवित्र आत्मा मुझे बोल रहे हैं कि कुछ लोगों को भविष्यवाणी നിനക്ക് करें. കഴിവുണ്ടായിട്ടും കൃപയുണ്ടായിട്ടും നിന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് പിശാച് വിടുന്നില്ലെങ്കിൽ ഈ സീസണിൽ നീ ടേക്ക് ഓഫിന് തയ്യാറായിക്കൊള്ളാൻ ദൈവാത്മാവ് പറയുന്നു. somebody receive this anointing. खूबी होने पर भी, अभिषेक होने पर भी, एक सीमा के पार जाने के लिए अगर शैतान मौका नहीं दे रहा है, तैयारी करें कि इस माहौल के अंदर आप एक शुरुआत के लिए 2 ഭാഗങ്ങൾ വേദപുസ്തകത്തിൽ നിന്ന് എടുത്ത് നിങ്ങളെ ഒന്ന് എൻകറേജ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 2 वचनों को परमेश्वर के वचन के अंदर से निकालकर आपको प्रोत्साहित करने के लिए चाहता हूं. വേണമെങ്കിൽ ഈ പ്രസംഗത്തിന് ടൈറ്റിൽ കൊടുത്ത സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ. अगर आप चाहते हैं तो इस संदेश को एक शीर्ष दे दीजिए, सुपर नेचुरल लाइफस्टाइल. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ സന്ദേശത്തിന് ടൈറ്റിൽ കൊടുക്കണമെങ്കിൽ കൊടുക്കാം. अगर आप चाहते हैं तो इस संदेश को आप एक टाइटल दे सकते हैं. പുത്രൻ ഭൂമിയിൽ ജീവിച്ചിരുന്നത് എല്ലാ സിദ്ധാന്തങ്ങളെയും വെല്ലുവിളിച്ചിട്ടാണ്. जो परमेश्वर के पुत्र इस धरती पर जिए हैं वो सारे तत्व के विरोध में बोलते हुए. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകന്മാരിൽ ചില മിനിറ്റുകൾ ആ സിദ്ധാന്തങ്ങളെ വെല്ലുവിളിക്കാനിടയായി. यीशु के साथ में जो चेले लोग थे वे कुछ समयों के लिए उस सिद्धांतों के विरोध में खड़े हुए. ആമേൻ. പത്രോസിനെ ഓർമ്മയില്ലേ? आप याद करते हो पतरस को? ചില മിനിറ്റുകൾ ഐസക് ന്യൂട്ടന്റെ ഈ മുഴുവൻ സിദ്ധാന്തങ്ങളെയും വെല്ലുവിളിച്ചുകൊണ്ട് വെള്ളത്തിന്റെ മീതെ നടന്ന ആ മനുഷ്യനെ ഓർമ്മയില്ലേ? कुछ मिनट के लिए आइजैक न्यूटन के सारे सिद्धांतों को विरोध करते हुए पानी के ऊपर कदम रखे हुए इस व्यक्ति को याद करते हो? ഇതിന്റെ കഥ പറയാനല്ല ദൈവം തന്നെ വിളിച്ചിരിക്കുന്നത്. इसके कहानी को बोलने के लिए नहीं है जो आपको परमेश्वर ने ഈ बुलाया है. തലമുറയിൽ ഇതുപോലെയുള്ള മേജർ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. पीढ़ी के अंदर ऐसे ही बड़े कामों को करने के लिए परमेश्वर ने आपको बुलाया है. So next couple of minutes we are going to discussing what is the principle of supernatural lifestyle. आगे कुछ समयों के लिए हम आगे बढ़ रहे हैं अलौकिक बातों में तत्व क्या है उसको सीखने के लिए. ആമേൻ. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 22 മുതലാണ് ഈ ഭാഗം എഴുതിയിരിക്കുന്നത്. मत्ती रचित सुसमाचार उसके 14 अध्याय उसके 22वें वचन से आगे इसके बारे में हम पढ़ते हैं. നമുക്ക് വളരെ സുപരിചിതമായ വാക്യങ്ങളാണത്. हमें अच्छे से पता है इन वचनों के बारे में. അതിനകത്ത് നിന്ന് ഇനി എന്നാ പാസ്റ്റർ സൂപ്പർ നാച്ചുറൽ പറയാനുള്ളത്? उसके अंदर से अलौकिक बातें और बोलने के लिए क्या है पासवान जी? അതിനകത്തുനിന്ന് സൂപ്പർ നാച്ചുറൽ ഒന്നും പറയാനില്ല, പക്ഷേ അതെന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാത്തത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. उसके अंदर कुछ अलौकिक बातें बोलने के लिए है नहीं, बल्कि वो क्यों हमारे जीवन में नहीं होता है उसके लिए बोलकर प्रार्थना करना चाहता हूँ. മത്തായി 14-ന്റെ 22 മുതൽ ഈ ഭാഗം എഴുതിയിട്ടുണ്ട്. मत्ती 14 के 22 से आगे हम इस वचनों को पढ़ते हैं. ഈ ഉടനെ യേശു പുരുഷാരത്തെ അക്കരെ പറഞ്ഞു വിട്ടിട്ടെന്ന് പറയുന്ന ആ ഭാഗമാണത്. उसने तुरंत अपने चेलों को नाव पर चढ़ाया करके हम पढ़ते हैं.
അവിടെ പത്രോസ് വെള്ളത്തിന്റെ മീതെ നടക്കുകയാണ്. वहां पे पतरस पानी के ऊपर चलता है. ഒത്തിരി വായിക്കാതെ ഞാൻ ആ ക്രീമായ കാര്യം നിങ്ങളോട് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ज्यादा नहीं पढ़ रहा हूं, बल्कि उसके खास बात को बताकर प्रार्थना करना चाहता हूं. പക്ഷേ ഇത് ഞങ്ങൾക്ക് അറിയാം. पास्टर जी, हम ये जानते हैं. പിന്നെ എന്താ നീ കൊച്ചു പനിയെ കണ്ടിട്ട് പോലും നിനക്കൊന്നും ചെയ്യാൻ വയ്യാതിരിക്കുന്നത്? फिर ये क्यों ऐसे हो रहा है कि कुछ बुखार को देखकर तू चुपचाप बैठा है? സൂപ്പർ നാച്ചുറൽ ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, अगर अलौकिक जीवन शैली को आप चाहते हैं तो നിങ്ങൾ ജയിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മേഖല, आप जयवंत होने वाला खास जगह ये है, നിങ്ങൾ ഭയം എന്ന സ്പിരിറ്റിനെ നിങ്ങൾ ജയിക്കണം. आप डर करके उस आत्मा को जीतना है. ഹല്ലേലൂയ. ആരോ പിടിക്കുന്നുണ്ട്. कोई उसको स्वीकार कर रहा है. 26 വാക്യത്തിൽ എല്ലാവരും ഭയന്ന് നിലവിളിക്കുകയാണ്. 26वें वचन में सब लोग डर रहे हैं. ആരാ ഇന്ന് രാവിലെ സ്വീകരിക്കാൻ റെഡിയായി നിൽക്കുന്നേ? आज सुबह में कितने लोग इसको स्वीकार करने के लिए तैयार 26 हैं? വാക്യത്തിൽ എല്ലാവരും ഭയന്ന് നിലവിളിക്കുകയാണ്. 26वें वचन में सब लोग डर के मारे चिल्ला रहे हैं. ആ സിറ്റുവേഷനെ ഭൂതമെന്ന് കണ്ട് ഭയന്ന് നിലവിളിക്കുകയാണ്. उस माहौल के अंदर दुष्टात्मा आ रहा है करके बोलकर डर रहे हैं. ഭയം എന്ന് പറയുന്ന വികാരം സൂപ്പർ നാച്ചുറൽ തലത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. डर करके जो भावना है वो अलौकिक जीवन के विरोध में है. ആമേൻ. ഏതെങ്കിലും ഒരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഭയം നിന്നെ പിടിച്ചിട്ടുണ്ടെങ്കിൽ, किसी विषय के बात में अगर डर आपके साथ है तो ആ ഭയം ദൈവത്തിൽ നിന്ന് വന്നതല്ല, वो डर परमेश्वर से नहीं है, അത് പിശാചിൽ നിന്ന് വന്നതാണ്. वो शैतान की ओर से आया है. ഫിയർ ഓഫ് ഗോഡ് ഉണ്ട്, അഫ്രൈഡ് ഓഫ് ഗോഡ് ഉണ്ട്. परमेश्वर का भय है और परमेश्वर से डरना भी है. ഫിയർ ഓഫ് ഗോഡ് നല്ലതാണ്, പക്ഷെ അഫ്രൈഡ് ഓഫ് ഗോഡ് നല്ലതല്ല. परमेश्वर का भय मानना अच्छा है, बल्कि परमेश्वर से डरना अच्छा नहीं है. ദൈവഭയം നല്ലതാണ്, परमेश्वरी भय अच्छा है, ദൈവത്തെ പേടിക്കുന്നത് നല്ലതല്ല. बल्कि परमेश्वर से भयभीत होना, डर के मारे दूर जाना वो अच्छा नहीं है. 2 ദിവസമായിട്ട് ചാത്തന്നൂരിൽ 2 കരടി ഇറങ്ങിയിട്ടുണ്ട്. 2 दिन से इस चातनूर शहर के अंदर 2 भालू निकले हैं. ആരും രാത്രി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നില്ല. कोई भी रात के समय में घर से बाहर नहीं निकल रहा है. നീ ദൈവത്തെ പേടിക്കേണ്ടത് കരടിയെ പേടിക്കുന്ന പോലെ ആവരുത്. तो आप जो डरते हैं परमेश्वर से भय मानते हैं, जैसे भालू से डरते हो वैसे नहीं. ബൈബിൾ പറയുന്നത് പിന്നെയും നാം ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചിരിക്കുന്നത്. बाइबल कहती है कि फिर से हमें डरने के लिए हमें दासत्व की आत्मा नहीं मिला, बल्कि हाँ अब्बा पिता करके बल्कि पुकारने वाले पुत्र की आत्मा मिला है. ശുശ്രൂഷകന്മാരെ ഒരു റേഞ്ചിനപ്പുറത്തേക്ക് ഇന്ന് രാവിലെ ടേക്ക് ഓഫ് ചെയ്യണോ? सेवक लोग, एक सीमा के बाहर आपको आगे बढ़ना है. ഒരു വ്യത്യസ്തമായ നിയമത്തിൽ നിനക്ക് മൂവ് ചെയ്യണോ? खास करके एक अलग माहौल में आपको चलना है. അഭിലാഷ്, ഭയം നിങ്ങളെ കീഴടക്കിയാൽ, अगर अभिलाष को भय डराता है तो നിന്നെ ട്രാക്ക് ഔട്ട് ആക്കി കളയും. ആ ഭയം आपको आपके रास्ते से बाहर निकाल देगा. हालेलुया. ഭയം നിന്നെ കീഴടക്കിയാൽ, अगर डर आपको कमजोर कर देगा ഒരു तो ചങ്ങലയിട്ട് പിടിക്കുന്ന പോലെ നിന്നെ ഭൂമിയിൽ കെട്ടിയിട്ട് കളയും ആ നിയമം. जैसे वो नियम है वो आपको जंजीर से बांधकर पृथ्वी पर बांध देता है. പിശാചിന്റെ കോട്ടയ്ക്കകത്ത നിയമമാണ് ഭയത്താൽ ഒരുത്തനെ ലോക്ക് ചെയ്യുക. शैतान के उस नियम है डर के द्वारा एक व्यक्ति को बांध देना. പക്ഷെ പുത്രത്വത്തിന്റെ വെളിപ്പാട് അകത്തുള്ളവൻ ഭയത്തെ പൊട്ടിച്ച് സ്വാതന്ത്ര്യത്തിന്റെ ആത്മമണ്ഡലത്തിന്റെ നിയമത്തിലേക്ക് കയറി വരും. बल्कि पुत्रत्व के नियम जिसके अंदर है उस भय को तोड़ देगा और स्वतंत्रता के उस नियम के अंदर चलेगा. ഒത്തിരി പേർക്ക് ശുശ്രൂഷയിൽ ഒരു റലത്തിനപ്പുറം പോകാൻ പറ്റത്തില്ല. बहुत सारे ज्यादा लोग वो एक सेवकाई के अंदर एक सीमा के पार नहीं जा पा रहे. ഭയം 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 डर है. എന്തിനെയൊക്കെയോ ഭയപ്പെടുന്നു. कई बातों को वो डरते हैं. ശുശ്രൂഷയുടെ ആരംഭകാലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. सेवकाई के शुरुआत के अंदर मैंने देखा है. ഒരു കൊച്ചിയെ പനിയെ പ്രാർത്ഥിക്കുമ്പോൾ പോലും അമ്മായിയപ്പനെയും അമ്മായിയമ്മയും കൊച്ചുങ്ങളെ എല്ലാം മുദ്രയിടുന്ന ഭീരുത്വത്തിന്റെ ആത്മാവ്. एक छोटे बुखार के लिए प्रार्थना करते समय में अपने घर के सारे लोगों को लहू से बांध देने वाला एक भय का आत्मा. ഒരു കൊച്ചു ഭൂതമിളകിയതാ. एक छोटा सा दुष्टात्मा निकला. ആ ഭൂതത്തെ ശാസിക്കുന്നില്ല, वो दुष्टात्मा को नहीं डांटते. മറിച്ചൊരു ഭയത്തിൽ നിന്നുകൊണ്ട് വീട്ടിനെ പ്രൊട്ടക്ട് ചെയ്യുകയാ. एक डर के अंदर रहते हुए घर को सुरक्षा देने के लिए प्रार्थना करते हैं. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് നിന്നെ വിളിക്കുന്നു. आज सुबह में पवित्र आत्मा आपको बुला रहे हैं. കേരളത്തിന്റെ ആത്മമണ്ഡലത്തിൽ ഏതൊക്കെയോ ഭീരുക്കളിട്ട നിയമത്തെ പൊട്ടിക്കാൻ, സാന്നിധ്യം കൊണ്ട് ദൈവശക്തിയെ തുറന്നുവിടാൻ केरल के आत्ममंडल के अंदर भय के उस आत्मा को तोड़ देने के लिए पवित्र आत्मा की उपस्थिति से
परमेश्वर की ताकत को बढ़ाने के लिए ഭയമുള്ളവൻ ഒരിക്കലും റിസ്ക് എടുക്കത്തില്ല. जो डरता है वो कभी भी रिस्क नहीं लेता, മിനിസ്ട്രി റിസ്ക് എടുക്കത്തില്ല. वो सेवकाई में रिस्क नहीं लेता। എത്ര പേർക്ക് ഇന്ന് രാവിലെ ഭയത്തെ പൊട്ടിക്കാൻ ആഗ്രഹമുണ്ട്? कितने लोग आज सुबह में उस डर को जीतना चाहते हैं? എന്നോട് പരിശുദ്ധാത്മ പറഞ്ഞതാണ്, मुझे पवित्र आत्मा ने यूं बोला, ഇന്ന് രാത്രി നീ എന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ന് പകൽ आज दिन में मेरे लोगों के लिए तू प्रार्थना कर। പല വിധത്തിൽ അവരെ ലോക്ക് ചെയ്തിരിക്കുന്ന ഭയത്തിന്റെ ചങ്ങലകളെ ഇന്ന് പകൽ ഞാൻ പൊട്ടിക്കാൻ പോകുന്നു. अलग अलग प्रकार उनको बांध के रखे हुए डर की जंजीर को मैं तोड़ने जा रहा हूँ। എത്ര പേർ ചേർന്ന് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കും? कितने लोग मिलकर अन्य भाषा में परमेश्वर की स्तुति करेंगे? ഓ ശരധരിയാന്തര ഫലധ റിമി ശേതല ആമേൻ ആമേൻ. നിങ്ങൾക്ക് എന്നെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഞാൻ വിശ്വസിക്കട്ടെ. मैं विश्वास करता हूं कि आप मुझे समझ पा रहे हैं। ഓൺലൈനിൽ ആയതുകൊണ്ട് ആമേൻ അത് ശരിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ऑनलाइन में होने के कारण मैं खास प्रकार आपको आपके साथ बोलना चाहता हूं। മുമ്പിൽ നിങ്ങൾ ഓഡിയൻസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞങ്ങ് പോയാൽ മതിയായിരുന്നു. अगर आप मेरे सामने बैठे होते तो मैं केवल आपको बोलना काफी था। ഈ സന്ദേശത്തെ കുറിച്ചൊരു വേഗമായ ഐഡിയ അല്ല നിങ്ങൾക്ക് വേണ്ടത്, ക്ലിയർ ആയ ഒരു ഐഡിയ പരിശുദ്ധാത്മാവ് തരണം. इस संदेश के बारे में आपको धुंधला सा अनुभव नहीं होना चाहिए, बल्कि साफ तौर पे समझना है। പല വിധത്തിലുള്ള ഭയങ്ങളുണ്ട്. अलग प्रकार के डर होते हैं അതാണ് നിന്റെ മിനിസ്ട്രിയിൽ നിന്നെ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. और वही है जो आपको सेवकाई में बांध के रखा है। ഇന്ന് പകല ഭയത്തെ പൊട്ടിച്ചാൽ आज दिन में उस भाई को आप तोड़ेंगे तो വേറൊരു നിയമത്തിലേക്ക് നീ കയറാനിടയായി തീരും. दूसरे एक नियम के अंदर आप कदम रखोगे। നമ്മൾ ആദ്യം പറഞ്ഞല്ലോ ദൈവ ഭയം നല്ലതാണ്. शुरुआत में हमने बोला कि परमेश्वर ये भय अच्छा ഫിയർ है। ഓഫ് ഗോഡ് എന്ന് പറയുന്നത് ഒരിക്കലും സൂപ്പർ നാച്ചുറൽ റലത്തിന് ഓപ്പോസിറ്റ് അല്ല. कभी भी परमेश्वर का भय मानना अलौकिक जीवन के विरोध नहीं है। അതൊരിക്കലും നമ്മുടെ ഫെയ്ത്തിന് ഓപ്പോസിറ്റ് അല്ല. वो कभी भी हमारे विश्वास के विरोध नहीं है। അത് നമ്മുടെ ധൈര്യത്തിന് ഓപ്പോസിറ്റ് അല്ല. वो हमारे हिम्मत का विरोध नहीं है। അത് നമുക്ക് ഭയങ്കര ധൈര്യം തരുന്നതാണ്. वो हमें बड़ा धैर्य देता है। ഫിയർ ഓഫ് ഗോഡ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് തരുന്നതാണ്. परमेश्वरीय भय जो है हमें बड़ा हिम्मत देता है। ആമേൻ. ഫിയർ ഓഫ് ഗോഡ് ഉണ്ടെങ്കിൽ വിസ്ഡം റിലീസ് ആകും. अगर परमेश्वरीय भय है तो ज्ञान हमारे अंदर से बहना शुरू करेगा। നിങ്ങൾ ഒരു സ്ഥലത്തിരിക്കുകയാണ്, ഒരു പ്രശ്നത്തെ നേരിടുകയാണ്. आप एक जगह में बैठे हैं और एक दिक्कत में हैं। ആ പ്രശ്നത്തോടുള്ള ബന്ധത്തിൽ ഒരു ഫിയർ ഓഫ് ഗോഡ് നിങ്ങളുടെ അകത്തുള്ള ആളാണെങ്കിൽ ആ വിഷയത്തെ സോൾവ് ചെയ്യേണ്ട ഒരു വിസ്ഡം ദൈവം നിങ്ങളുടെ മേൽ റിലീസ് ചെയ്തു തരും. उस विषय के माहौल में अगर आपके अंदर परमेश्वरीय भय है तो आपके अंदर परमेश्वरीय के ज्ञान को देंगे उसको जीतने के लिए। അപ്പോൾ ഫിയർ ഓഫ് ഗോഡ് അങ്ങനെ നിൽക്കട്ടെ. और परमेश्वरीय भय वहां पे रहे। രണ്ടാമത് ശുശ്രൂഷകന്മാരെ ലോക്ക് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭയം ഏതെന്ന് ഞാൻ പറയാം. दूसरा सेवक लोग को बांधने वाला खास भय क्या है? ആമേൻ. ദൈവസമർ ശ്രദ്ധിച്ചു കേട്ടോണം. परमेश्वर के दास लोग ध्यान से सुने। അത് മനുഷ്യ ഭയമാണ്. ഫിയർ ഓഫ് മെൻ. वो मनुष्यों के ऊपर डर है। ഞാൻ അത് അവരെന്ത് വിചാരിക്കും? वे क्या सोचेंगे? ഞാൻ വെള്ളത്തിന്റെ മീതെ നടന്നാൽ ലൂക്കോസ് എന്തോ വിചാരിക്കും? मैं पानी के ऊपर चलूंगा तो लूका क्या सोचेगा? ഞാൻ ആ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച തങ്കച്ചാൻ എന്ത് വിചാരിക്കും? मैं वो बीमार के लिए प्रार्थना करूंगा तो तंकचन भाई क्या सोचेगा? ഇങ്ങനെ മനുഷ്യനെ ഭയന്ന് അഭിഷേകത്തെ നശിപ്പിക്കാനുള്ള ദൈവം നിന്നെ വിളിച്ചേ. ऐसे मनुष्यों को डर के अपने अभिषेक को बर्बाद करने के लिए नहीं है जो परमेश्वर ने बुलाया। ഒരുപാട് ഇങ്ങനെ പേരുണ്ട്. മറ്റുള്ളവർ എന്ത് വിചാരിക്കും? ऐसे बहुत सारे लोग हैं, दूसरे लोग मेरे बारे में क्या सोचेंगे? ജീസസ്. ഇന്ന് പകൽ നീ ജയിക്കണം അതിനെ. आज दिन में आपको उसे जीतना है। മറ്റുള്ളവരുടെ മുമ്പിൽ മുഖം വെളുപ്പിക്കാൻ നിൽക്കുന്ന ഒരുത്തനും സൂപ്പർ നാച്ചുറൽ റലത്തിന്റെ അടിക്കൽ പോലും കയറാൻ പറ്റത്തില്ല. दूसरों के सामने अपने चेहरे को सुंदर करने वाले कोई भी अलौकिक जीवन के अंदर कदम नहीं रख सकता है। എന്തോ ഭയങ്കര അഭിഷേകം എന്ന് പകൽ തിരിച്ചറിയുന്നു. मैं एक असाधारण अभिषेक को महसूस कर रहा हूँ। അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും സൂപ്പർ നാച്ചുറൽ റലം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ऐसा कोई भी व्यक्ति कभी भी अलौकिक जिंदगी को जीवन में अपना नहीं पाएगा। ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. मैंने बहुत सारे लोगों को देखा है। പാസ്റ്ററെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ അവരെന്ത് പറയും? ऐसे प्रार्थना करने से पासवान जी वे क्या बोलेंगे? നിങ്ങളെ പോലെയുള്ള ഭീരുക്കളാണ് കേരളത്തിന്റെ ആത്മമണ്ഡലത്തിൽ ഒരു തലമുറയ്ക്ക് തടസ്സമായി നിൽക്കുന്നത്. ऐसे आप लोग हैं केरल के आत्ममंडल के लिए रुकावट बने हैं। എന്നാൽ പുത്രൻ ഒരിക്കലും ഭയത്തിന് കീഴ്പ്പെട്ടില്ല. बल्कि पुत्र कभी भी डर के नीचे नहीं गया। നിന്റെ മേൽ വ്യാപരിക്കുന്നത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. आपके ऊपर जो मंडरा रहा है वो पुत्रत्व का आत्मा है। രാജേഷ് പാസ്റ്ററെ, राजेश पास्टर जी, ബിനു പാസ്റ്ററെ, विनु पास्टर जी, ആമേൻ ആമേൻ, ബിനോയ് പാസ്റ്ററെ, विनोय पास्टर जी, അനു, अनु, ആമേൻ ആമേൻ, ബിബിൻ പാസ്റ്ററെ, विपिन पास्टर जी,
മറ്റുള്ളവർ എന്ത് വിചാരിക്കും? दूसरे क्या सोचेंगे? ആരും ഒന്നും വിചാരിക്കത്തില്ല. कोई भी कुछ नहीं सोचेगा. ഇന്ന് രാവിലെ നീ ആ ഭയത്തെ ജയിക്കണം. आज सुबह में आप उस डर को जीते. യേശു ആ ഭയത്തെ ജയിച്ചു. यीशु उस डर को जीता. അതുകൊണ്ടാണ് അവൻ നിലത്ത് തുപ്പി ചേറുണ്ടാക്കിയിട്ട് കണ്ണി തേച്ച് വിട്ടത്. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് അവൻ വിചാരിച്ചില്ല. इसी कारण से उसने जमीन पर थूक के उससे मिट्टी बना के उसकी आंखों पे लगा के भेजा, प्रार्थना करके भेजा. उसने कभी नहीं सोचा कि दूसरे क्या सोचेंगे. ആർക്കാണ്ട് പിടികിട്ടി. कोई समझ रहे हैं? വല്ലോ മനസ്സിലായോ? क्या कुछ समझ रहे हो? നമുക്കിന്നൊരു തൂവാലയിട്ട് പ്രാർത്ഥിക്കാൻ പേടിയാ. आज हम ऐसे रुमाल डाल के प्रार्थना करने के लिए डर लगते हैं. ഞാൻ ഓർക്കുന്നു എറണാകുളത്ത് ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ ഞാൻ തൂവാലയിട്ട് പ്രാർത്ഥിച്ചു. मैं एर्नाकुलम में कलीसिया में प्रचार करने के लिए गया. मैं वहां पे रुमाल डाल के प्रार्थना किया. ആ വീണവൻ സൗഖ്യമായി. जो रुमाल गिरा वो चंगा हो गया. പക്ഷെ തൊട്ടടുത്തിരുന്ന് ഇഷ്ടപ്പെട്ടില്ല. बाकी पास में जो खड़ा था उसको अच्छा नहीं लगा. അവൻ ചർച്ച വിട്ടു പോയി. वो कलीसिया छोड़ के चला गया. ഇൻ ക്രൈസ്റ്റിലുള്ളവർ അങ്ങനെ പോണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. इन क्राइस्ट में जो है ऐसे चले जाए करके मैं प्रार्थना करता हूं. എനിക്ക് വേണ്ടത് ആത്മാവിന്റെ നിയമങ്ങളെല്ലാം അനുസരിക്കുന്ന ഒരു തലമുറയാണ്. मैं चाहता हूं आत्मा के सारे नियमों को अंगीकार करने वाले एक पीढ़ी को. നിങ്ങൾ എന്താ തുപ്പാത്തെ? आप क्यों नहीं थूकते हैं? നിങ്ങൾ എന്താ കണ്ണിൽ തുപ്പി ചേറുണ്ടാക്കി പൂശാത്ത എന്താ കാര്യം എന്താ? आप क्यों नहीं थूकते हैं और मिट्टी बना के आंख में लगाते हैं? യേശു ചെയ്തതെല്ലാം ചെയ്യാനല്ലേ രമേശെ വിളിച്ചേക്കുന്നത്? अरे रमेश भाई, यीशु ने जो किया है उसी को करने के लिए उसने बुलाया है. എന്താ പിന്നെ രമേശ ചെയ്യാത്തെ? फिर रमेश भाई आप क्यों नहीं करते हैं? ഒറ്റ കാര്യമുള്ളൂ. एक ही कारण है. മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടുന്നു. आप मनुष्यों को डरते हो. ഒരു ജനറേഷൻ എഴുന്നേറ്റ് വരണം. एक पीढ़ी खड़ी हो जाएगी. ഇവിടുത്തെ സിദ്ധാന്തം ഞാൻ പറയുന്നത് നാളെ എല്ലാവരുടെ മേൽ തുപ്പാനല്ല പറഞ്ഞേ. मेरा बोलने का मतलब ये नहीं कि कल दूसरों के ऊपर थूके. ഇത് പറയാനല്ല ഞാൻ നിന്നെ വിളിച്ചിരുത്തിയത്. ये बोलने के लिए नहीं है जो मैंने आपको बुलाकर പക്ഷേ बैठाया है. ഭയത്തെ നീ ജയിക്കണം. बल्कि डर को जीतना है. യേശു ഇതിനെ ജയിച്ചു. यीशु उसको जीता. മുമ്പിൽ നിൽക്കുന്ന പരീശന്മാർ सामने खड़े फरीसियों को ഇതുവരെ ആരും നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണി തേച്ചിട്ടില്ല. अभी तक किसी ने नीचे थूक कर मिट्टी बना के उनकी आंखों पे नहीं लगाया. പക്ഷെ ഷിബിനെ അന്ന് യേശു അത് ചെയ്തു മോനെ. बल्कि शिबिन भाई यीशु ने उस दिन किया था. എടാ നാഗ്പൂരിൽ നീ പേടിച്ച് നിൽക്കുകയാണോ? नागपुर में क्या आप डर के मारे बैठे हुए हैं? ഹല്ലേലൂയ. हालेलुया. ആരെങ്കിലും ഇന്ന് രാവിലെ എന്റെ കൂടെ ഉണ്ടോ? आज सुबह में कोई मेरे साथ में है ഉള്ളവർ ഹല്ലേലൂയ പറഞ്ഞു. जो है हालेलुया बोले. ടൈറ്റസ് ഭായി ഇത് യേശു ചെയ്തു. टाइटस भाई ये यीशु ने किया. എന്താ ചെയ്തെന്നറിയോ? यीशु ने किया അവന് മനുഷ്യ ഭയം അവനെ പിടിച്ചിട്ടില്ല. उसको कभी भी मनुष्यों का डर नहीं पकड़ा. IPC-കാരുടെയും ചർച്ച് ഓഫ് ഗോഡുകാരുടെയും AG-കാരുടെയും സ്റ്റേജ് കിട്ടാൻ വേണ്ടി മുഖം മുനിക്കി നിൽക്കുന്ന നിനക്ക് ആത്മമണ്ഡലം തുറന്നു കിട്ടത്തില്ല. IPC वालों के, चर्च ऑफ गॉड वालों के, ऐसे संस्था वालों के प्रीति पाने के लिए तू बैठा है. तुम्हें कभी भी ऐसा मौका नहीं मिलेगा. ഇവ യേശുവിന്റെ പോക്ക് കണ്ടോ? यीशु का चलने का भाव देखो. ആരും അനങ്ങരുതെന്ന സിദ്ധാന്തവും നിയമവും എഴുതി വെച്ച ശബത്ത്. कोई भी ना चले, कोई भी कोई काम ना करे, ऐसे लिख के रखा हुआ तत्व का सबत. അവൻ ശബത്തിൽ എഴുന്നേറ്റു. वो सबत के दिन में खड़ा हो गया. എന്തിനെന്നറിയാമോ? സിദ്ധാന്തങ്ങളെ പൊളിക്കാൻ, इसलिए खड़ा हुआ कुछ तत्वों को गिराने के लिए, ചില നിയമങ്ങളെ പൊളിക്കാൻ. कुछ नियमों को तोड़ देने के ആ लिए. ശബത്തിൽ അവൻ ആമേൻ ആമേൻ 38 വർഷമായി ചലിക്കാതെ കിടക്കുന്നവനെ കിടക്കയടുപ്പിച്ച് നടത്തിയതിന്റെ റീസൺ എന്തെന്നറിയാമോ? അവനെ മനുഷ്യ ഭയം തൊട്ടിട്ടില്ല. शबत के अंदर वो क्यों 38 साल से लकवा पकड़ा हुआ आदमी को शबत के दिन में खड़ा किया? क्यों? क्योंकि डर का जो तत्व है उसने कभी भी यीशु को नहीं पकड़ा. ഇന്ന് രാവിലെ ആരാ ഈ ദൂതിനെ ചേർന്ന് പിടിക്കുന്നേ? आज सुबह में कौन इस संदेश को साथ में पाले? മനുഷ്യ ഭയം നിന്നെ തുടരുത്. मनुष्यों का डर आपको कभी ना छुए. ചേർന്ന് യേശുവേ എന്ന് വിളിക്കാമോ? मिलके पुकारे यीशु. അത് പുത്രത്വത്തിന്റെ ആത്മാവാണ്. पुत्रत्व की आत्मा है. കസേര എടുത്തോണ്ട് പോലെ എനിക്ക് ഇരിക്കണം. कुर्सी उठा के ना जाए, मुझे बैठना है. ഹല്ലേലൂയ. हालेलुया. അതാ പുത്രത്വത്തിന്റെ ആത്മാവാ. वो पुत्रत्व की आत्मा है. ആരും ചലിക്കാത്തടത്ത് നീ ചലിക്കും. जहाँ पे कोई भी नहीं चलता वहाँ पे तू चलेगा. ആരും ചെയ്യാത്തത് നീ ചെയ്യും. जो कोई नहीं करता है वो तू करेगा. ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, आज सुबह में पवित्र आत्मा कहती है കേരളത്തിൽ അങ്ങനെ ഒരു തലമുറ എഴുന്നേൽക്കാൻ പോവുകയാണ്. केरल के अंदर ऐसा एक पीढ़ी खड़ी होने जा रही है.
പ്രാർത്ഥിച്ചേ പ്രാർത്ഥിച്ചേ. प्रार्थना करिए, प्रार्थना തുരകടലം ജഗദം ജഗലം ദഗലം ദഗലം ദഗനം ദിബിനിം തുരകടല ചാലത്തെ റീതദ്ദേ തീബല്ലേ തോലൊക്കോ ശബരംദല ജുഡദാരകദ തുരകട്ടിലികത്തേ ഓരകദാ ജീവലോഷ ശോരേദേ രേദേ ലേദേ രകന ജഗദാരകദേ സ്റ്റാരേ ഓ ശായാദേ ജുഡേ രകന शूडवलंदा ശോരകദാരകദേ ജീവരംദല വട്ടല ജുഡദേ ശാനാദാ ജുഡാരകന दावारा शूडवलंदे രകനേ विवलवल्दा. ആരെങ്കിലും ഒക്കെ ശുശ്രൂഷകന്മാർ എന്നെ ഏതെങ്കിലും രാജ്യത്തിൽ ഇരുന്ന് കേൾക്കുന്നെങ്കിൽ, किसी देशों से कोई सेवक लोग किसी देश में बैठ के मुझे सुन रहे तो റൈസൻ തോമസിനെ ശുശ്രൂഷിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് രണ്ടാമത് ഒന്നുകൂടെ ചിന്തിക്കണം. रेसन थॉमस को आपके जीवन में, आपके घर में, आपके माहौल में सेवकाई के लिए बुलाने से എന്നെ पहले सोचना. നിങ്ങൾ മിനിസ്ട്രിക്ക് വിളിച്ചാൽ अगर आप सेवकाई के लिए बुलाते हैं तो എന്നെ ആത്മാവ് ചെയ്യാൻ പറയുന്നതെല്ലാം ഞാൻ ചെയ്യും. मुझे पवित्र आत्मा करने के लिए जो भी बोलते हैं वो सब मैं करूंगा. പക്ഷെ പലർക്കും അത് ഇഷ്ടമല്ല. बल्कि कई लोगों को वो पसंद नहीं है, കാര്യം എഴുതി വെച്ച കുറെ സിദ്ധാന്തങ്ങളുണ്ട്. क्योंकि लिख के रखे हुए कई तत्व हैं. അവൻ ശബത്തിൽ ചലിച്ചു. वो शब्द के अंदर काम किया, ശബത്തിന് അവൻ ദൈവമായി കേറി നിന്നു. वो शब्द के ऊपर परमेश्वर के रूप में खड़ा हो गया. ദാസന്മാർ അവിടെ നിൽക്കട്ടെ. दासत्व लोग जो है वो वहां पे खड़े हो जाएं. നിങ്ങൾ റിസ്ക് എടുക്കണ്ട. आप रिस्क ना उठाएं. പക്ഷെ ഒരു തലമുറ റെഡിയായി കഴിഞ്ഞു. बल्कि एक पीढ़ी खड़ी हो चुकी है. എത്ര പേര് ഇന്ന് രാവിലെ എന്റെ കൂടെ ചേർന്ന് ഹല്ലേലൂയ പറയൂ. कितने लोग आज सुबह में मेरे साथ होकर हालेलुया बोलेंगे. എന്നാ ധൈര്യമാ പുത്രത്വത്തിന്. कितना हिम्मत है पुत्रत्व के लिए. എടാ നാറ്റം വെച്ച ലാസറിന്റെ കല്ലറ തുറക്കണമെങ്കിൽ മനുഷ്യ ഭയം ലെവലേശം തൊടാത്ത അസാധാരണമായ ഒരു അഭിഷേകത്തിൽ നിന്നാല് നിനക്ക് നാറ്റം വെച്ച കല്ലറകളെ തുറക്കാൻ പറ്റത്തുള്ളൂ. बदबू से भरा हुआ लाजर के कब्र को खोलना है तो असाधारण हिम्मत से भरे हुए एक व्यक्ति कर पाएगा. പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ഇന്ന് പകല പകർച്ച നടക്കുകയാണ്. प्रार्थना करिए, आत्मा मंडरा रहा है. നീ കുറെ നാളായി പേടിച്ച് പലയിടത്ത് നിൽക്കുക. बहुत सालों से आप डर के मारे कहीं खड़े हैं. എന്താ ബ്രദർ പ്രവചിക്കാത്ത? भाई आप क्यों भविष्यवाणी नहीं എന്താ करते? സിസ്റ്റർ നീ പ്രവചിക്കാത്ത? बहन आप क्यों भविष्यवाणी नहीं करते? എന്താ നീ മിനിസ്ട്രി തുടങ്ങാത്ത? आप सेवकाई क्यों शुरू नहीं करते? എന്താ നീ ഗോസ്പൽ ഷെയർ ചെയ്യാത്ത? आप सुसमाचार क्यों नहीं बांटते? അയ്യോ മറ്റുള്ളവർ എന്ത് വിചാരിക്കും? अरे बाकी लोग क्या सोचेंगे? ഒരു 5-6 കൊല്ലം മുമ്പ് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്ത എന്റെ മേൽ നിന്നും ദൈവം എടുത്തു കളഞ്ഞു. ആ കാരണത്താൽ ഇന്ന് പകൽ പ്രയോജനപ്പെടാൻ ദൈവം കൃപ തരുന്നു. कुछ 5-6 साल पहले दूसरे लोग मेरे बारे में क्या सोचेंगे, वैसा विचार परमेश्वर ने मेरे ऊपर से हटा दिया. आज उपयोगी हो रहा हूं. റെഡിയാണോ മോനെ? റിസ്ക് എടുക്കണം. റെഡിയാണോ സഹോദരന്മാരെ? भाई लोग आप तैयार हैं? ഒത്തിരി പേർക്ക് പേടിയാ. बहुत सारे लोग डरते हैं. വെള്ള ഉടുപ്പ് ഊരാൻ പേടിയാ. सफेद कपड़ा उतारने के लिए वो डरते हैं, കാര്യം ഊരി കഴിഞ്ഞ വല്ലതും പറ്റുമോ? क्योंकि उतारने से कुछ हो जाएगा. ഒരു ഫ്രീഡം ഇല്ല. एक स्वतंत्रता नहीं है. ഒരു ഫിയറിനകത്ത് അടിമയാണ് അവർ. डर के मारे वो पड़े हुए हैं. പക്ഷെ ഇന്ന് രാവിലെ ദൈവാത്മാവ് പറയുന്നു, क्या सुबह में पवित्र आत्मा यूं कहती है, ആരുടെയോ മേൽ ഒരു പകർച്ചയാത്മാവ് അയക്കുകയാണ്. किसी के ऊपर परमेश्वर एक अभिषेक मंडरा रहे हैं. ടൈറ്റസ് നിന്നോട് ദൈവത്തിന്റെ ആത്മാവ് നിന്നോട് പറയുന്നു, टाइटस आपको पवित्र आत्मा कहती है, ചില ബൗണ്ടറികളെ പൊളിക്കാൻ ദൈവം നിന്നെ അഭിഷേകം ചെയ്യും. कुछ सीमाओं को तोड़ने के लिए परमेश्वर आपको अभिषेक करेगा. നീ പേടിക്കരുത്. आप डरना नहीं. നോർത്ത് ഇന്ത്യയിൽ ഒരു അഭിഷേകത്തിന്റെ മൂവിനെ ദൈവം അയക്കാൻ ആഗ്രഹിക്കുന്നു. उत्तर भारत के अंदर अभिषेक का एक काम को परमेश्वर भेजना चाहते हैं. നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള ദൈവാസമാർ ഒരു വാക്ക് ഞാൻ പറയാം. उत्तर भारत से जो परमेश्वर के दास लोग हैं, आपसे एक बात बोलता हूँ. ഈ ലോക്ക്ഡൌണിൽ ഞാൻ സൂം മീറ്റിംഗ് തന്നെ 800 പേര് വരുന്ന സൂം മീറ്റിംഗിൽ ഞാൻ 800 പേര് പാർട്ടിസിപ്പന്റ് ആയ സൂം മീറ്റിംഗിൽ പ്രസംഗിച്ചു. इस लॉकडाउन के अंदर 800 के करीब लोग जुड़े हुए जूम मीटिंग में प्रचार किया. 3000 പേരോളം ഒരേ സമയത്ത് കേട്ടുകൊണ്ടിരിക്കുന്നു. 3000 के आसपास लोग एक ही समय में मुझे सुन रहे हैं. അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ച സൂം
മീറ്റിംഗ്. और वही है सबसे बड़ा मैंने प्रचार किया हुआ Zoom मीटिंग. പല ശക്തന്മാരായ ദൈവദാസന്മാർ അവിടെ കൊണ്ട് പ്രസംഗിച്ചു. बड़े अभिषेक ताकतवर प्रभु के दास लोग ഞാൻ ആ प्रचार किए. സംഘാടകരോട് പറഞ്ഞു, ഐ നീഡ് എ ഫീഡ്ബാക്ക്. मैंने उनको बोला कि मुझे उसके बारे में आपका राय बताएं. നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു വലിയ ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. उत्तर भारत से मुझे बड़ा राय मिला. അതെന്തെന്നറിയാവോ? वो क्या है? ഞങ്ങളുടെ ആളുകൾ പ്രസംഗിക്കുന്നു, हमारे लोग प्रचार कर रहे हैं, അഭിഷേകത്തിന്റെ മൂവ് ഇല്ല. अभिषेक का कदम नहीं है. പക്ഷെ നിങ്ങൾ പ്രസംഗിക്കുമ്പോൾ जब आप प्रचार करते हो ഒരു മൂവ് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. हम पवित्र आत्मा के बहाव को अनुभव कर रहे हैं. നോർത്ത് ഇന്ത്യയിലെ ദൈവദാസന്മാരോട് ഞാൻ പറയാം, उत्तर भारत के परमेश्वर के दासों को कहते നിന്നിൽ हैं, കൂടെ ആ മൂവിനെ ദൈവം നോർത്ത് ഇന്ത്യയിൽ തുറക്കാൻ ആഗ്രഹിക്കുന്നു. आपके द्वारा उत्तर भारत के अंदर उस पवित्र आत्मा के बहाव को प्रभु खोलने जा रहा है. ഡ്രൈ ചർച്ചുകളിൽ നിന്നുള്ള ആരെങ്കിലും എന്നെ കേൾക്കുന്നോ? सूखे कलीसियाओं में पड़े हुए लोग मुझे सुन रहे हैं. സിസ്റ്റർ ഷൈനി, ദൈവം നിന്നിൽ കൂടെ അതിനെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. शाइनी बहन, परमेश्वर आपके द्वारा खोलने जा रहे हैं. പരിശുദ്ധാത്മാവിന്റെ മൂവ് നിന്നിൽ കൂടെ തുറക്കാൻ ആഗ്രഹിക്കുന്നു. पवित्र आत्मा के बहाव को आपके द्वारा खोलना चाहते പക്ഷെ हैं. ഒറ്റ റീസൺ, മനുഷ്യനെ ഭയപ്പെടരുത്. बल्कि एक ही कारण, परमेश्वर चाहते हैं कि मनुष्य को ना डरे. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണി തേച്ച് വിടുക. आप थूक के मिट्टी बना के आंखों पे लगा के भेजे. ആരും കാണാതെ വീട്ടിൽ പോയി കഴുകാനല്ല പറഞ്ഞേ. किसी के अनदेखे में जाके घर जाके धोने के लिए नहीं बोला. എല്ലാവരും കൂടി നിൽക്കുന്ന ശീലോഹാം കുളത്തിൽ പോയി കഴുകിട്ട് വരാൻ. सब लोग जो इकट्ठे खड़े हैं वो शीलाओम उस पानी के अंदर जाके धो के आने के लिए बोला. ഇത് ചെയ്യണമെങ്കിൽ അസാധാരണമായ നിലയിൽ ഒരു പുത്രത്വത്തിന്റെ ഐഡന്റിറ്റിയിൽ മനുഷ്യ ഭയത്തെ ജയിക്കുന്നവനെ ഇത് കഴിയത്തുള്ളൂ. अगर ये करना है तो असाधारण तौर पे पुत्रत्व के पहचान के अंदर खड़े हुए एक ही व्यक्ति कर पाएगा. ഒന്ന് മനുഷ്യ ഭയം. सबसे पहला बात है मनुष्य का डर. ഇതിനെ ശാസിച്ച് പ്രാർത്ഥിക്കാൻ പോവാ. मैं इसको डांट के प्रार्थना करने जा रहा हूँ. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാവോ? दूसरी बात क्या है? അജോ പാസ്റ്റർ ശ്രദ്ധിച്ചു കേട്ടോണം. जो पास्टर जी आप ध्यान से सुने. ആ സ്വയമായ ഒരു ഭയം, अपने आप में एक डर, ഫിയർ ഓഫ് സെൽഫ്. अपने बारे में डर. എനിക്ക് പറ്റത്തില്ല, मुझसे नहीं हो पाएगा, എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. मैं प्रचार करना नहीं जानता हूँ. ഇതാ നമ്മൾ ഏറ്റവും അധികം പ്രസംഗിച്ചിട്ടുള്ള ഇതാ. यही है जो हमने हमेशा ज्यादा प्रचार किया. ഞാൻ പുഴുവാണ്, ഞാൻ കൃമിയാണ്, मैं जानवर हूँ, मैं मकड़ा हूँ. നമ്മുടെ പാട്ടെല്ലാം ഇതാ സെൽഫിന്റെ ഫിയറിൽ നിന്നുള്ള പാട്ടാ. और हमारे सारे गीत जो है वो स्वयं से आने वाले गीत हैं. അതുകൊണ്ട് നീ അങ്ങ് ഉൾവലിഞ്ഞു പോവുക. इसीलिए आप अपने आप को अंदर ही എനിക്ക് आप जा रहे हो. എനിക്ക് വിദ്യാഭ്യാസം ഇല്ല, मुझे पढ़ाई लिखाई नहीं എനിക്ക് है, ഇംഗ്ലീഷ് അറിയത്തില്ല, मुझे अंग्रेजी नहीं आती, എനിക്ക് വെളിപ്പാട് അറിയത്തില്ല. मुझे प्रकाशन नहीं आती. അതൊരു സെൽഫിന്റെ ഭയമാണ്. वो स्वयं का एक डर होता है. ആ ഇല്ലാത്തതിനെ എല്ലാം നിനക്ക് ഓർമ്മ വരുത്തും. ഇത് वो जो नहीं है वो सब कुछ ये बातें आपको याद दिलाता ഈ है. സെൽഫിന്റെ ഭയം വന്നപ്പോഴാണ് ഓൾഡ് ടെസ്റ്റമെന്റിലെ ശൗല് സാമാനത്തിന്റെ ഇടയിൽ ഒളിച്ചിരിക്കുന്നത്. ये स्वयं का डर जब आया, पुराने नियम का जो शॉल है चीजों के बीच में जाके छुप गया. ഈ സെൽഫിന്റെ ഭയം പിടിച്ചപ്പോഴാണ് ഗിദയോൻ പോയി മുന്തിരിച്ചക്കിനിടയിൽ പോയി ഗോതമ്പ് മെതിക്കുന്നത്. ये स्वयं का डर जब आया तो गिदोन जाके जब आप दाखरस बनते हैं वहां पे जाके गेहूं पीस रहा है. ഈ ഭയം അടിച്ചപ്പോഴാണ് മോശ പറഞ്ഞ വിക്കനാണ്, പറഞ്ഞു വിടല്ലേ. ये डर के कारण में मूसा ने बोला कि मैं बात नहीं कर सकता हूं, मुझे नहीं छोड़े. ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, आज सुबह में मैं आपसे ഇത് कहता എന്നെ हूं, ലോക്ക് ചെയ്തൊരു മേഖലയായിരുന്നു. यही चीज ने मुझे बांध के रखा था. പ്രസംഗിക്കാൻ അറിയത്തില്ല, प्रचार करना नहीं आता. ആളുകളെ കാണുമ്പോ മുട്ടിടിക്കും, हम लोगों को देखता हूं मेरा घुटना डरता है. നല്ല വിദ്യാഭ്യാസമില്ല, मुझे पढ़ाई लिखाई नहीं നല്ല है, ഭാഷാ ശൈലിയില്ല. मुझे बोलने का तरीका मालूम नहीं. ഇതെല്ലാം എന്നെ ഒതുക്കി കളഞ്ഞു. ये सब बातें मुझे पीछे हटा दिया. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ പറയട്ടെ, क्या सुबह में मैं बोलता हूँ, ഇന്ന് പകലത്തിന് ജയിക്കാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. आज सुबह में उसको जीतने के लिए एक ही रास्ता നീ है. അഭിഷേകത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറുക. वो अभिषेक के स्तर पे आ जाए. നീ അഭിഷേകത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറി നിൽക്കുക. अभिषेक के मंच में खड़ा हो जाओ. നീ അഭിഷേകത്തിന്റെ പ്ലാറ്റ്ഫോമിൽ കയറിയാൽ वो अगर अभिषेक के मंच में खड़ा हो जाएगा നീ तो പറയുന്ന ഒരു കാര്യമുണ്ട്, तू जो बोलेगा वो ये है, I can do everything who can strengthen me. जो मुझे ताकत बनाता है उसके द्वारा मैं सब कुछ कर सकता हूँ. Come on, കരങ്ങളെ അടിച്ച് ताली യേശുവിനെ बजा के यीशु की आराधना. തുരകറ്റം ओ जाना गरे लगना दल भविष्य बलम दल भौचल जुडला रगना रीबल भविष्य छूट बलंदा. ए जगदा जाना शब्दे लगने जुड बलम दल जुबना रगदम जार गदेल शोरानम जाना जगना रगना जुडदल भविष्य बलम दे रगदे जय रगदे दे ओ शाना रगना रगना जगना रगदे 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 जुडदल भविष्य ए रगदा जगना रगना जुड बलम ഹല്ലേലൂയ. हालेलुया.
പ്രസംഗിക്കാൻ പറയുമ്പോൾ ദൂതില്ല. प्रचार करने के लिए जब बोलते हैं तो मुझे संदेश नहीं है, पास्टर जी बोलते हैं। ആമേൻ. ഞായറാഴ്ച രാവിലെ പ്രസംഗിക്കേണ്ട സമയമാകുമ്പോൾ നെഞ്ചെടുപ്പ് കൂടുന്നു. रविवार के दिन में प्रचार के समय जब आता है, दिल के अंदर घटना होता है, അന്നേരം ടോയ്ലറ്റിൽ പോകണം. वो टाइम में मुझे संडास में जाना है। യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ഇതിനെയൊക്കെ നീ ജയിച്ചോണം. यीशु के नाम से इसको जीत ले। ഇത് നിന്നെ അങ്ങ് ലോക്ക് ചെയ്ത് കളയും. ये चीज जो है आपको बांध देता है। പക്ഷെ അഭിഷേകത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നീ കേറിയാ, बल्कि अगर आप अभिषेक के मंच में खड़े हो जाओगे, ഞാൻ ബലഹീനനാണ്, मैं बलहीन तो എനിക്ക് हूँ, കഴിവില്ലായ്മ ഒത്തിരി ഉണ്ട്. मुझे खूबियां कहीं नहीं है। ഒരു ഭാഗത്ത് ദൈവത്തോട് പറയും ഞാൻ ബലഹീനനാണ്, एक जगह में प्रभु से बोलते हैं मैं, മറുഭാഗത്ത് പിശാചിനോട് പറയും दूसरी जगह में ഞാൻ शैतान से बोलते हैं, ബലഹീനനായിരിക്കുമ്പോൾ തന്നെ ഞാൻ ശക്തനാണ്. जब मैं बलहीन हूँ तभी ताकतवर हूँ। ആരെയോടോ ഇന്ന് പകൽ ദൈവാത്മാവ് പറയുന്നു, इसी के साथ पवित्र आत्मा आज बोलते हैं, നിന്റെ ഇല്ലായ്മകളുടെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും അഭിഷേകത്തിന്റെ പ്ലാറ്റ്ഫോമിലേക്ക് കയറുക. आपके कमजोर मंच के ऊपर से आपके अभिषेक के मंच के ऊपर खड़े हो जाएं। ചേർന്ന് യേശുവേ എന്ന് വിളിക്കാവോ? मिलकर यीशु करके पुकारे। എത്ര പേര് ഇന്ന് രാവിലെ എന്റെ കൂടെ ചേർന്ന് വിളിക്കുന്നുണ്ട്? कितने लोग आज सुबह में मेरे साथ ഒരു में हैं? അഭിഷേകം നിങ്ങളുടെ മേൽ വീഴുന്നു. एक अभिषेक आपके ऊपर गिर रहा है। അന്യഭാഷയിൽ ആരാധിച്ചേ. अन्य भाषा में आराधना करिए। തുരവർത്തല വർത്തല 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 ഗട്ടല ഗണ്ട ശഗദ ജഗദ ജഗദേ ജഗദ ജഗദേ. ആരാധന പ്രാപിക്കുന്നവർ മാത്രം ആത്മാവിൽ അതിനെ സ്വീകരിച്ചു. कौन है उसको स्वीकार कर रहे हैं? जो स्वीकार कर रहे हैं आत्मा में प्रार्थना करें। നിനക്കതിന് വേണ്ടത് इसके लिए आपको क्या चाहिए? കടുകുമണിയോളം അവിശ്വാസമില്ലാത്തൊരു ഹൃദയം. आपको राई के दाना प्रापिचे। जैसा विश्वास आपके अंदर बिल्कुल न ഓ होने वाला है। പ്രാപിച്ച് അന്യഭാഷയിൽ ആരാധിച്ച ദൂതനെ സ്വീകരിച്ച്, भाषा में आराधना करके उस संदेश को स्वीकार करें। അന്യഭാഷയിൽ ആരാധിച്ച ദൂതനെ സ്വീകരിച്ച് भाषा में प्रार्थना करके उस संदेश को ഒരു स्वीकार ഒരു करें। റലം തുറന്നു വരട്ടെ. एक माहौल खुलकर आ ഒരു जाए। റലം നിന്റെ മുമ്പിൽ ഓപ്പൺ ആകട്ടെ. एक दरवाजा आपके अंदर खुल जाए। വാഴും ഈ ഭൂമിയിൽ വാഴും സ്വീകരിച്ച് स्वीकार करिए। തുരകറ്റ തെലവത്ത തെലകറ്റ ചെലവൈദേ ചെൽക്കവന. ഭൂമിയിൽ വാഴും ഞാൻ വാഴും ഞാൻ എന്തോ അവിശ്വാസങ്ങളെയും പൊട്ടിച്ചു കളയുന്നു. विश्वासों को प्रभु तोड़ रहा है। ചേർന്ന് വിളിക്കാവോ യേശുവേ? मिलकर बुलाए यीशु। വായ്കൾ തുറന്ന് വിളിച്ചേ യേശുവേ. खोलकर बुलाए यीशु। ഉച്ചത്തിൽ വിളിച്ചേ യേശുവേ. मुंह खोलकर बुलाए यीशु। കടുകുമണിയോളമുള്ള അവിശ്വാസം राई का दाना जैसा अविश्वास ആ ഡോറിനെ അടച്ചു കളയും. वो दरवाजा को बंद कर देगा। അപ്പൊ ഇത്രയും ചെയ്താ മതി. इतना ही करें। ആ അവിശ്വാസത്തിന്റെ മേഖലയെ അടച്ചാൽ ഓട്ടോമാറ്റിക് വിശ്വാസത്തിന്റെ ഡോർ അങ്ങ് തുറക്കും. वो अविश्वास का जो दरवाजा है उसको बंद करने से अपने आप विश्वास का दरवाजा खुल जाएगा। എങ്ങനെ വിശ്വാസം വർദ്ധിപ്പിക്കാം? विश्वास को कैसे बढ़ा सकते हैं? എങ്ങനെ അറളത്തിൽ തുടർമാനം നിൽക്കാം? कैसे हम उसके अंदर हमेशा रह सकते हैं? ഒത്തിരി എഴുതി വെച്ചേക്കാണ്, बहुत लिख कर रखा है, ഇന്ന് തീരത്തില്ല. खत्म नहीं होगा। നാളെ ഞായറാഴ്ച നമ്മൾ കണ്ടിന്യൂ ചെയ്യും. कल रविवार के समय में हम फिर से इसको आगे बढ़ाएंगे। ഹല്ലേലൂയ. ഹല്ലേലൂയ. 8 മണിക്കാണ് നമ്മുടെ രാവിലത്തെ ആരാധന. कल सुबह हमारा आराधना 8 बजे है। 8 മണിക്ക് ദൂത് കണ്ടിന്യൂ ചെയ്യും. 8 बजे इस संदेश को हम आगे बढ़ाएंगे। പക്ഷെ ഞാൻ പെട്ടെന്ന് പറയാം, എങ്ങനെ ഈ എങ്ങനെ ഈ വിശ്വാസത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും? बल्कि हम इस विश्वास को कैसे बढ़ा सकते हैं? കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗാഡ്. परमेश्वर के साथ में बातचीत, തുടർമായി അപ്പനോട് സംസാരിക്കുക. हमेशा अपने पापा के साथ में बातचीत करें। 3.5 വർഷം യേശു എങ്ങനെ നിന്നെന്നറിയോ? 3.5 साल प्रभु यीशु कैसे खड़े रहे? കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ. लगातार बातचीत के साथ में। ശുശ്രൂഷകന്മാരോട് ദൈവം പറയുന്നല്ലോ, सेवक लोगों को प्रभु बोल रहे हैं, ഒരു ഭയങ്കര കമ്മ്യൂണിക്കേഷൻ ദൈവം തുറക്കാൻ പോകും. एक भयंकर परमेश्वर के साथ में बातचीत को प्रभु खोल रहे हैं। മനെ ഷിബിനെ നീ പ്രാർത്ഥിച്ചോ? भाई शिबिन प्रार्थना करो। മനെ നിന്നെ ആ ദേശത്തെയും വിട്ടിരിക്കുന്ന വേറൊരു റലം ഓപ്പറേറ്റ് ചെയ്യാനാണ്. आपको परमेश्वर ने उस देश में इसीलिए भेजा कि वहां पे एक माहौल को आप तैयार ഒരു करें। സൈന്യം നിന്റെ പുറകെ നിൽപ്പുണ്ടടാ. एक सेना आपके पीछे खड़ी है, പക്ഷെ അതിനെ ഷാർപ്പൺ ചെയ്യാൻ बल्कि उसको चौखा बनाने के लिए കണ്ടിന്യൂസ് കമ്മ്യൂണിക്കേഷൻ. लगातार बातचीत करना है। ഒരു ഭയങ്കര പ്രൊഫറ്റിക്കൽ അനോയിന്റിംഗ് ചിലതിന്റെ മേൽ വീഴുന്നു. एक असाधारण भविष्यवाणी के अभिषेक कई लोगों के ऊपर आ रहा है। വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാമോ? मुंह खोलकर प्रार्थना करिए। വായ്കൾ തുറന്ന് പ്രാർത്ഥിക്കാമോ? मुंह खोलकर प्रार्थना करिए। നിന്റെ
നിന്റെ കണ്ണടയും. कई जगहों में आपका आंखें बंद हो ചില जाएंगी, മേഖലകൾ നിന്റെ കണ്ണ് തുറക്കും. कई जगहों में आपकी आंखें खुल जाएगी, ചില മേഖലകൾ നിന്റെ ബുദ്ധി ഓഫാകും. कुछ जगहों में आपकी बुद्धि बंद हो ചില जाएगा, മേഖലകൾ നിന്റെ ബുദ്ധി ഓണായി വരും. और कई जगहों में आपकी बुद्धि खुल जाएगा. ആമേൻ. അത് സംഭവിക്കുന്നത് അസാധാരണമായ പ്രാർത്ഥനയിലാണ്. और वो जो होता है वो साधारण प्रार्थना के द्वारा होता है. ഇന്ന് പകൽ പരിശുദ്ധമ്മ പറയുന്നു, आज सुबह में पवित्र आत्मा बोलती है, അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ അഭിഷേകം എത്ര പേർ സ്വീകരിക്കാൻ റെഡിയാണ് ऐसा एक प्रार्थना का अभिषेक कितने लोग स्वीकार करने के लिए तैयार എന്ന് हैं? പറഞ്ഞാൽ ആവശ്യത്തിന്റെ പെറ്റീഷൻ കൊടുക്കുന്ന പ്രാർത്ഥനയല്ല. इसका मतलब ये नहीं कि आपकी जरूरतों का एक पर्ची दे दे, ചില വിഷയങ്ങളെ പ്രാർത്ഥിച്ച് എഴുന്നേൽപ്പിക്കുന്ന പ്രാർത്ഥന. बल्कि कुछ बातों को प्रार्थना करके खड़ा करने वाला നീ प्रार्थना. ഒരു വിഷയത്തെ അറ്റൻഡ് ചെയ്താൽ अगर आप एक विषय को छुओगे तो അതിനെ എഴുന്നേൽപ്പിക്കാതെ നീ നിർത്തത്തില്ല. उसको खड़े किया बिना आप खड़े खत्म नहीं ഇന്ന് करेंगे. രാവിലെ അങ്ങനെ ദൈവം പറയുന്നു ചിലതിന്. आज सुबह में परमेश्वर कुछ बातों में बोल रहे हैं. എനിക്ക് അങ്ങനെ ഇഷ്ടമുള്ള പ്രാർത്ഥന എലീശായുടെ പ്രാർത്ഥനയാണ്. ऐसे मुझे पसंदीदार प्रार्थना अलीशा का प्रार्थना है. ഓ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? ഓടി വാടാ വാടാ പറയടാ. ഇവിടെ കിടക്കടാ ഇതൊന്നും പേടിച്ചിട്ട് കർത്താവേ, ഈ മരണം ദൈവഹിതമാണെന്ന് ഞങ്ങൾ അറിയുന്നു. प्रभु हम जानते हैं कि ये जो मृत्यु है तेरी इच्छा है. നീ തന്നു, നീ എടുത്തു. तूने दिया, तूने ले लिया. അത് പ്രാർത്ഥിക്കാൻ അല്ലടാ നിനക്ക് ഡബിൾ പോർഷൻ തന്നത്. वो प्रार्थना करने के लिए नहीं है जो तुझे दुगुना अभिषेक दिया है. നിന്നെ ദൈവം വിളിച്ചത് जो परमेश्वर ने तुझे ആരും പ്രാർത്ഥിക്കാത്തൊരു പ്രാർത്ഥനയ്ക്കാണ്. किसी ने प्रार्थना ना किया वैसा प्रार्थना करने के അത് നീ लिए. ആരെയും കാണിക്കണ്ട. वो किसी को ना दिखाओ. നീ ആ വിഷയത്തിനകത്ത് കയറി കഥമടക്കുക. तो उस विषय के अंदर जाके दरवाजा बंद कर दे. പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ വീഴുക. प्रार्थना करके उस दिक्कत के ऊपर गिर जाओ. പ്രാർത്ഥിച്ച ആ വിഷയത്തിന്റെ മേൽ വീഴുക. प्रार्थना करके उस दिक्कत के ऊपर गिर जाओ. ഇന്ന് രാവിലെ ദൈവാത്മാ പറയുന്നു, सुबह में पवित्र आत्मा बोलती है, പ്രാർത്ഥിച്ച് ചില വിഷയങ്ങളുടെ മേൽ വീഴാൻ. प्रार्थना करके किसी बातों के ऊपर तू कदम रखेगा तो. പ്രാർത്ഥിച്ച് ഇന്ത്യയുടെ 140 കോടി ജനത്തിന്റെ മേൽ വീഴാൻ. प्रार्थना करके भारत के 140 करोड़ लोगों के ऊपर कदम പ്രാർത്ഥിച്ച് रखेगा तो. ഇന്ത്യൻ യുവത്വത്തിന്റെ ശവത്തിന്റെ മേൽ കിടക്കുന്ന, ഇന്ത്യൻ യുവാക്കളുടെ മേൽ കിടക്കുന്ന മരണത്തെ പൊട്ടിക്കാൻ. प्रार्थना करके भारत के युवकों के ऊपर जो मंडरा रहा है मृत्यु को तोड़ने के लिए अगर तू कदम रखेगा तो. പരിശുദ്ധാത്മാ പറയുന്നു, पवित्र आत्मा कहती है, ഈ മരിച്ചു കിടക്കുന്ന ഒരു വ്യക്തിയല്ല, ये जो मृत्यु पाकर पड़े एक व्यक्ति नहीं है, ഒരു തലമുറയാണ്. एक पीढ़ी है. പെന്തക്കോസ്ത് സഭകളിൽ ഒരു തലമുറ ചത്തു കിടക്കുന്നു. पेंटिकोस कलीसियाओं के अंदर एक पीढ़ी मरी हुई है. ഇന്ത്യയിൽ ഒരു യൗവന തലമുറ ചത്തു കിടക്കുന്നു. भारत के अंदर एक युवक पीढ़ी मरी है. ഇതിനെ പ്രസംഗിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റത്തില്ല. तो प्रचार करके खड़ा नहीं कर सकता. ഇരട്ടി അഭിഷേകവുമായി ഇതിന്റെ മേൽ വീഴണം. दुगुना अभिषेक के साथ इसके ऊपर गिर जाए. ഒരു തലമുറയെ ദൈവം എഴുന്നേൽപ്പിക്കുന്നു. पीढ़ी को प्रभु खड़ा कर रहा है. ഇരട്ടി അഭിഷേകവുമായി തലമുറകളുടെ മേൽ വീണ് കിടന്ന് അതിനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു അഭിഷേകം. दुगुना अभिषेक के साथ पीढ़ियों के ऊपर गिर के उसको उठा के लेके आने वाला पीढ़ी. എനിക്ക് ആ പ്രാർത്ഥന ഇഷ്ടപ്പെട്ടു. मुझे वो प्रार्थना अच्छा लगा. ആദ്യം വീണിട്ടൊന്നും നടന്നില്ല. पहले जब वो गिरा कुछ नहीं हुआ. കഥവ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് പപ്സും ബെന്നും വാങ്ങിക്കാൻ പറഞ്ഞില്ല. दरवाजा खोल के बाहर जाके पफ्स और बन खरीदने के लिए नहीं बोला. അവൻ പിന്നെയും അകത്ത് കയറി. फिर से अंदर गया. കൈയും കൂട്ടി തിരുമ്മി നടക്കുക. वो अपने हाथों को रगड़ रगड़ के चल रहा है. വിടത്തില്ല പിശാചേ, शैतान मैं तुझे नहीं छोड़ूंगा. വിടത്തില്ല പിശാചേ, शैतान तुझे नहीं छोड़ूंगा. വിടത്തില്ല പിശാചേ. तुझे नहीं छोड़ूंगा. ഈ ഇരട്ടി അഭിഷേകമാണ്. ये दुगुना अभिषेक है. ഹല്ലേലൂയ. എന്നെ അഭിഷേകം ചെയ്തത് मैंने मुझे जो अभिषेक किया നിന്റെ മരണത്തെ പൊട്ടിക്കാനാണ്. तेरे मृत्यु को तोड़ने के लिए. അവൻ കഥവ് തുറക്കണമെങ്കിൽ अगर मुझे दरवाजा ഈ खोलना है, ബോഡി എഴുന്നേറ്റിരിക്കണം. ये लाश खड़ा होना है. ദൈവാത്മാവ് പറയുന്നു, प्रार्थना करती है. അങ്ങനെ ഒരു പ്രാർത്ഥനയുടെ പുതപ്പിന്ന് രാവിലെ നിന്റെ മേൽ വീഴട്ടെ. वैसे एक प्रार्थना का चादर आपके ऊपर गिरे. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചൊരു തലമുറയെ എഴുന്നേൽപ്പിക്കുന്ന ഈ അഭിഷേകം. यीशु के नाम से प्रार्थना करके एक पीढ़ी को खड़ा करने वाला अभिषेक. യേശുവേ എന്ന് വിളിച്ചേ. यीशु करके पुकारा. അല്പസമയം കരങ്ങളെ അടിച്ച് ആത്മാവിൽ ആരാധിച്ചേ. हमें ताली बजा के എന്നെ എഴുന്നേൽപ്പിക്കുക. मुझे खड़ा करो. വരിക. आओ. എന്നെ കീഴടക്കുക. मुझे कमजोर करो. പ്രാർത്ഥിച്ച് വീഴണം ചില വിഷയത്തിന്. प्रार्थना करके कुछ बातों के ऊपर गिरना है. പ്രാർത്ഥിച്ച് ചില പട്ടണങ്ങളുടെ മേലങ്ങ് വീഴണം. प्रार्थना करके कुछ शहरों के ऊपर गिरे. പ്രാർത്ഥിച്ച് വാഗമണിന്റെ മേലങ്ങ് വീഴണം. प्रार्थना करके वागमन शहर के ऊपर गिरना है. നോർത്ത് ഇന്ത്യയുടെ മേലങ്ങ് വീഴണം. भारत के ऊपर गिरना है.
ഗുജറാത്തിന്റെ മേൽ വീഴണം. गुजरात के ऊपर ऐसे प्रार्थना करके गिरना है. ആരാധന മോളെ രാജസ്ഥാന്റെ മേൽ വീഴണം. राजस्थान के ऊपर गिरना है. യുകെയുടെ മേൽ വീഴണം. यूके के ऊपर गिरना है. ഒരു തലമുറ എഴുന്നേൽക്കാതെ एक पीढ़ी खड़ी होते बिना നീ എഴുന്നേൽക്കരുത്. आप ऊपर खड़ा ना हो. ദൈവാത്മാവ് പറയുന്നു पवित्र आत्मा बोलती है അതുപോലെയുള്ള കമ്മ്യൂണിക്കേഷൻ ദൈവമായിട്ട് നടക്കാൻ പോകുന്നു. वैसे एक बातचीत परमेश्वर के साथ आपके जीवन में നീ होने जा ഇതുവരെ रहा है. കണ്ടിട്ടില്ലാത്ത നിലയിൽ ദൈവം നിന്നോട് സംസാരിക്കാൻ പോകുന്നു. आपने अभी तक ना देखा हो ऐसे परमेश्वर आपसे बातचीत करने जा रहे हैं. ഹല്ലേലൂയ ഹല്ലേലൂയ. हालेलुया. എത്ര പേര് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും? कितने लोग आज सुबह में എത്ര प्रार्थना പേര് ഇന്ന് करेंगे? രാവിലെ പ്രാർത്ഥിക്കും?